വേണു സാർ പറഞ്ഞതുപോലെ അല്ല എനിക്കിവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തത്. ഞാനിത് 4ാമത്തെ തവണയാണ് ഈ സമ്മേളന വേദിയിലെത്തുന്നത്. സത്യം പറയാം, ഞാൻ വന്ന 3 സമ്മേളനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇന്നിവിടെ ഉണ്ട്. നല്ല പന്തൽ, നല്ല അറേഞ്ച്മെൻറ്റ്സ്, നല്ല സംവിധാനങ്ങൾ, നല്ല ഓർഗനൈസേഷൻ. അതുകൊണ്ട് ഈ കമ്മിറ്റിയെ ഞാൻ അങ്ങേയറ്റം ആശംസിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. കാരണം ഞാൻ കണ്ട 4 സമ്മേളനങ്ങളിൽ ഏറ്റവും നല്ല സമ്മേളനം ഇതാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ടാണ്, തീർച്ചയായിട്ടും മുന്നോട്ടാണ്. എനിക്കിന്നിവിടെ തന്നിരിക്കുന്ന വിഷയം സനാതനധർമ്മവും സമകാലിക സാഹചര്യവും എന്നുള്ളതാണ്. വളരെയേറെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം. അത് കിട്ടിയതിലും എനിക്ക് സന്തോഷമുണ്ട്. സമകാലിക സാഹചര്യത്തിൽ സനാതന ധർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, ചിന്തിക്കാൻ, സംസാരിക്കാൻ നമുക്കൊരു വേദി ഒരുക്കിയതിന് ഈ 88ാമത് പൂർണ്ണനാഥ വിലാസം ഈ സമ്മേളനത്തിന് നമുക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാ. നമ്മളൊരു 100 വർഷം മുമ്പ് ജനിച്ചിരുന്നെങ്കിൽ, 50 വർഷം മുമ്പ് ജനിച്ചിരുന്നെങ്കിൽ, നമുക്കിതുപോലെ ഒരു ഹിന്ദു സമൂഹത്തെ സനാതനധർമ്മത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടത്തിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു സമൂഹത്തെ കാണാൻ കഴിയുമായിരുന്നില്ല. ഇന്ന് ലോകമെമ്പാടും എവിടെ ചെന്നാലും സനാതനധർമ്മം വളരെയേറെ ആകർഷിക്കപ്പെടുന്ന ഒരു ആശയമായി, ജീവിത ശാസ്ത്രമായി ജനങ്ങൾ അംഗീകരിക്കുന്ന കാഴ്ച നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇന്ത്യയുടെ പല ഭാഗത്തും, ലോകത്തെ പല രാജ്യങ്ങളിലും ഇതേ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ ഇന്ത്യയേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടിയാണ് വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചത്. എല്ലാവർക്കും അങ്ങനെയാണ്. കാരണം ഇന്ന് സനാതനധർമ്മം ലോകത്തെ ആവരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കടന്നു കയറി മൂടിക്കൊണ്ടിരിക്കുകയാണ്. കീഴടക്കുന്നു എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് നെഗറ്റീവാ. ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്, സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ്, സമൃദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ആത്മവിശ്വാസം പകരുകയാണ്, കൊടുക്കുകയാണ്. അങ്ങനെ ലോകത്തെ ആധ്യാത്മികത കൊണ്ട് സമ്പന്നമാക്കുന്ന ഒരു കാഴ്ച ലോകത്തെ ഏത് രാജ്യത്ത് എന്നാലും നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ്. ആ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ തന്നെ ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾ സനാതനധർമ്മത്തിൻ്റെ പേരിൽ ആധ്യാത്മിക ആചാര്യന്മാർ പങ്കെടുത്തുകൊണ്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെയൊക്കെ അവിടെ സാധിക്കുമോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. പക്ഷേ സത്യമാണ്. ലോകം മുഴുവൻ സനാതനധർമ്മത്തെ സ്വീകരിക്കുകയും ജീവിതചര്യയായി, ജീവിത രീതിയായി സ്വീകരിക്കുകയും അങ്ങനെ ലോകം മുഴുവൻ സനാതനധർമ്മത്തിലേക്ക്, ഭാരതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമകാലിക സാഹചര്യമാണ് ഇന്ന് ഭാരതത്തിലും വിശേഷ്യ കേരളത്തിലും ഉള്ളത്. ഞാൻ ഓർക്കുന്നു, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു 50 വർഷം മുമ്പ് റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങൾക്ക് ഹിന്ദു പേരുകൾ ഇല്ല. ഹിന്ദുക്കൾക്ക് വാഹനം ഉണ്ടാവും, പക്ഷെ പേരൊന്നും ഇടില്ല, ഹിന്ദു പേരൊന്നും ഇടില്ല. യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കടയുടെയോ ഹോട്ടലിൻ്റെയോ പേര്, ഒരു ഹിന്ദു പേര് 50 വർഷം മുമ്പ് നമുക്ക് കാണാൻ വയ്യ. കേരളത്തിൽ ഇല്ലായിരുന്നു. ക്ഷേത്രത്തിനകത്ത് പോയി പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന മതിൽക്കെട്ടിന് പുറത്തു വരുന്നതിന് മുമ്പ് നെറ്റിയിൽ അണിഞ്ഞ ചന്ദനം മായ്ച്ചു കളയുന്ന ഹിന്ദുവായിരുന്നു അന്നുണ്ടായിരുന്നത്. ഭയമായിരുന്നു പൊതുവഴിയിൽ ചന്ദനം തൊട്ട് നടക്കാൻ, കാവി മുണ്ടുടുക്കാൻ, രാഖി കെട്ടാൻ, ചരട്, മാല ഇതൊക്കെ ധരിക്കാൻ. 50 വർഷം മുമ്പ് ഞാൻ നേരിട്ട് അനുഭവിച്ച കാലഘട്ടത്തെയാണ് ഞാൻ ഓർത്തു പോകുന്നത്. പക്ഷെ ഇന്ന് സനാതനധർമ്മം അഭിമാനപൂർവ്വം എല്ലാവരും അണിയുകയാണ്, ആഘോഷിക്കുകയാണ്. എന്താണ് കാരണം? ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ കഴിയുന്ന ഒരു സംസ്കാരവും ധർമ്മവും പരിഹാരവുമായി സനാതനധർമ്മം ഇന്ന് ലോകം മുഴുവൻ നിറയുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതിന്റെ ഒരു ചിത്രം നമുക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ, ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളത് അറിയണമെങ്കിൽ അതിൻ്റെ ചില വസ്തുതകൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ലോകത്തിന്റെ ഏത് രാജ്യത്ത് ചെന്നാലും ഭാരതത്തിൽ ആരംഭിച്ച് ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന നിരവധിയായ സംഘടനകളെയും പ്രവർത്തനങ്ങളെയും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും, അതിൽ പങ്കെടുക്കാനും പറ്റും.
അതിൽ ചില സംഘടനകൾ എവിടെ വരെയൊക്കെ എത്തിയിരിക്കുന്നു എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങളിത് താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് കുറിച്ചെടുക്കുകയോ റെക്കോർഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇത് ഒരു ഇൻഫർമേഷനാണ്. ഇപ്പൊ ഭാരതത്തിൽ ആരംഭിച്ച് ഭാരതത്തിന് വെളിയിലേക്ക് വളർന്ന് ലോകരാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്കാര വാഹകരായിട്ടുള്ള സംഘടനകൾ ആർട്ട് ഓഫ് ലിവിങ് 180 രാജ്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഷിർദി സായി ബാബ 180 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ആനന്ദമാർഗികൾ അവരുണ്ട് 175 180 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ ഇസ്കോൺ ഹരേ കൃഷ്ണ പ്രസ്ഥാനം 150 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. സത്യസായി ബാബയുടെ സംഘടന 120 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. RSS എന്ന് അറിയപ്പെടുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം 86 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. അവിടെ അതിന്റെ പേര് RSS എന്നല്ല, വേറെ പല പേരാണ്. HSS എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്, ഹിന്ദു സേവാ സമിതി. സ്വാമിനാരായൺ പ്രസ്ഥാനം 50 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. അമൃതാനന്ദമയി മഠം 40-ലേറെ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ബ്രഹ്മകുമാരീസ് 84 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് 30 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ചിന്മയ മിഷൻ 20 രാജ്യങ്ങൾ, ആര്യ സമാജ് 15 രാജ്യങ്ങൾ, ശ്രീരാമകൃഷ്ണ മിഷൻ 24 രാജ്യങ്ങൾ, ആനന്ദമാർഗികൾ നേരത്തെ പറഞ്ഞു 180 രാജ്യങ്ങൾ, ഓഷോ രജനീഷ് 80 രാജ്യങ്ങൾ, സദ്ഗുരു ഇഷ ഫൗണ്ടേഷൻ പുതുതാണ്, ഈ കോയമ്പത്തൂർ ഉണ്ടാക്കിയ ഇഷ ഫൗണ്ടേഷൻ 39 രാജ്യങ്ങൾ. പാലക്കാടുകാരനായിരുന്ന ഈ പ്രസ്ഥാനങ്ങളൊക്കെ ലോകത്തേക്ക് വ്യാപിപ്പിച്ച ആദ്യകാലത്ത് ഉണ്ടായിരുന്ന മലയാളിയായ വിഷ്ണുദേവാനന്ദ സ്വാമി വിഷ്ണുദേവാനന്ദജി, പറക്കം സ്വാമി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഏതാണ്ടൊരു 50-60 വർഷങ്ങൾക്ക് മുൻപ് ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാകുന്ന 2 രാജ്യങ്ങളുടെയും അതിർത്തികളിൽ അതിന് മുകളിൽ കൂടി പറന്നിട്ട് സമാധാനത്തിന്റെ ലഘുലേഖകൾ വിതറുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു ശൈലി. അതുകൊണ്ടാണ് പറക്കം സ്വാമി എന്നറിയപ്പെട്ടത്. സ്വയം ഫ്ലൈറ്റ് ഒക്കെ പറത്തുന്ന ആളായിരുന്നു വിഷ്ണുദേവാനന്ദ. മലയാളിയാണ്, പാലക്കാടുകാരനാണ്. തിരുവനന്തപുരത്ത് ആശ്രമം ഇപ്പോഴും ഉണ്ട്. 70 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. പതഞ്ജലി യോഗ ലോകം മുഴുവൻ എത്തിച്ച ബാബ രാംദേവ് 15 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ശങ്കരാചാര്യ ആശ്രമങ്ങൾ 4 ശങ്കരാചാര്യന്മാരുടെ ആശ്രമങ്ങൾക്ക് 20 രാജ്യങ്ങളിൽ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളുമുണ്ട്. ശ്രീ അരബിന്ദോ സൊസൈറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. മഹർഷി അരവിന്ദന്റെ പ്രവർത്തനങ്ങൾ 10 രാജ്യങ്ങളിലുണ്ട്. ഇനിയുമുണ്ട്. ഇപ്പൊ ഞാൻ ഏതാണ്ട് 20ഓളം സംഘടനകളുടെ ഡീറ്റെയിൽസാണ് പറഞ്ഞത്. ഇനിയുമുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന NSS SNDP ഒക്കെ ഞാൻ വിദേശത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. പല രാജ്യങ്ങളിലും യൂണിറ്റ് ഉണ്ട്, പ്രവർത്തനമുണ്ട്. അങ്ങനെയുള്ള കണക്കൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ അമേരിക്കയിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ 1100-ലേറെ ഹിന്ദു ക്ഷേത്രങ്ങൾ ഇപ്പോൾ പണി തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. ബ്രിട്ടനിൽ 240-ലധികം ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്. റഷ്യയിൽ 60-ലധികം ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്. ഫ്രാൻസിൽ പുതിയ 18 ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട്. ഇറ്റലിയിൽ നമ്മുടെ സോണിയാഗാന്ധിയുടെ 12 ഹിന്ദു ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ 50-ലധികം ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്. ബ്രസീലിൽ 15-ലധികം ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്. ഇനിയുമുണ്ട്. ലിസ്റ്റ് വളരെ വലുതാ. അപ്പോ ലോകം മുഴുവൻ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്നാണെന്നറിയോ? കഴിഞ്ഞ 30 മുതൽ 50 വരെ വർഷങ്ങൾക്കിടയിൽ, കഴിഞ്ഞ ഒരു 1/2 നൂറ്റാണ്ട് കാലം ലോകം മുഴുവൻ സനാതനധർമ്മം കടന്നു ചെന്നതിന്റെ വസ്തുനിഷ്ഠമായ കണക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഞാൻ ഈ കണക്കുകൾ ഇങ്ങനെ തന്നെ പറയാൻ കാരണം, ഈ തരത്തിലുള്ള ഒരു ഫിഗർ പറയാനുള്ള അഭിമാനം കൊണ്ടും സന്തോഷം കൊണ്ടുമാണ്. ഇത് നമ്മൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ടാണ്? ഈ മാറ്റം സംഭവിക്കുകയാണ്. ഓർക്കണം, മറ്റ് മതവിഭാഗങ്ങളും സനാതനധർമ്മവും ലോകത്ത് പ്രചരിക്കുന്നത് വ്യത്യസ്തമായ തോതിലാണ്. ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്തെ ജനങ്ങൾ എനിക്ക് ഇസ്ലാം വേണം, എനിക്ക് ഖുറാനെ അറിയണം, എനിക്ക് അള്ളാഹുവിനെ പ്രാപിക്കണം, എനിക്ക് നബിയെക്കുറിച്ച് പഠിക്കണം എന്ന ഉത്കടമായ ആഗ്രഹത്തോടു കൂടി ഇസ്ലാമിനെ ക്ഷണിച്ചു വരുത്തി കൊണ്ടുപോയി ഇസ്ലാമിനെ സ്വീകരിച്ച ചരിത്രം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? അന്വേഷിച്ചോളൂ. ഒരിടത്തും കാണാൻ പറ്റില്ല. വാളും തീയുമായിട്ട് കടന്നു ചെന്ന് കീഴടക്കി പ്രചരിപ്പിച്ചതല്ലാതെ മനുഷ്യൻ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയ ഒരു ചരിത്രം ഇസ്ലാമിനില്ല. ക്രൈസ്തവർക്കോ തന്ത്രപരമായി കടന്നു ചെന്ന് സമ്പത്തും സേവനവും മുന്നിൽ പിടിച്ച് പിന്നിൽ മതപരിവർത്തനം എന്ന ലക്ഷ്യത്തോടു കൂടി പോയതല്ലാതെ ഞങ്ങൾക്ക് ബൈബിൾ വേണം, ഞങ്ങൾക്ക് യേശുവിനെ വേണമെന്ന് പറഞ്ഞ ആരെങ്കിലും സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയി ക്രിസ്തുമതം സ്വീകരിച്ച ഒരു സംഭവം പോലും
ലോക ചരിത്രത്തിലില്ല. പക്ഷെ സനാതനധർമ്മം അങ്ങനെയല്ല. സനാതനധർമ്മം ഞങ്ങൾക്ക് വേണം, യോഗ ഞങ്ങൾക്ക് വേണം, മെഡിറ്റേഷൻ ഞങ്ങൾക്ക് വേണം, വേദങ്ങൾ എന്താണെന്ന് അറിയണം, ഞങ്ങൾക്ക് ഉപനിഷത്തുകൾ പഠിക്കണം, ഞങ്ങൾക്ക് സമാധാനത്തിലേക്ക് എത്തണം, ഞങ്ങൾക്ക് കുടുംബസങ്കല്പത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അനുഭവിച്ചറിയണം, ഞങ്ങൾക്ക് ഈശ്വരനെ കാണണം, ഈശ്വരനെ അനുഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വായിച്ച ലിസ്റ്റിൽപ്പെട്ട ഈ പറഞ്ഞ എല്ലാ പ്രസ്ഥാനങ്ങളെയും ലോകം സ്വീകരിച്ച് ആനയിച്ച് ബഹുമാനിച്ച് പൂജിച്ച് കൊണ്ടുപോയി സ്വയം സാംശീകരിച്ചതാണ് സനാതനധർമ്മത്തിന്റെ പ്രചാരണത്തിന്റെ പ്രത്യേകത. പണം കൊടുത്തിട്ടല്ല, ആയുധം കൊണ്ട് കീഴടക്കിയിട്ടല്ല, രാഷ്ട്രീയ അധികാരം കൊണ്ടല്ല, പ്രലോഭനങ്ങൾ കൊണ്ടല്ല, ഭീഷണിപ്പെടുത്തിയിട്ടല്ല, മറിച്ച് സ്വയം സ്വീകരിക്കുകയാണ്. ഇതാണ് സനാതനധർമ്മത്തിൻ്റെയും ഇതാണ് മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം. സനാതനധർമ്മം മതമല്ല. എന്താണ് മതം? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സമ്പന്നന്മാരായിട്ടുള്ള പ്രതിഭാധനന്മാരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ സംസാരിച്ച വേദിയാണിത്. അതുകൊണ്ട് ഞാനത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത് അനുചിതമാണെന്നറിയാം, എങ്കിലും ചുരുക്കി പറയാം. സനാതനധർമ്മം എന്ന് പറയുന്നത് മതമല്ല. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? മതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഞാൻ മാത്രം ശരി, നീ തെറ്റ്. ഇതാണ് മതം. എൻ്റെ മതം ശരി, എൻ്റെ ഗ്രന്ഥം ശരി, എൻ്റെ ദൈവം ശരി, നിന്റെ മതം തെറ്റ്, നിന്റെ ഗ്രന്ഥം തെറ്റ്, നിന്റെ ദൈവം തെറ്റ്. ഇതാണ് മതത്തിന്റെ അഭിപ്രായം. ധർമ്മമോ ഞാനും ശരി, നീയും ശരി. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഏത് ദേവനെ നമസ്കരിച്ചാലും അത് കേശവനിലേക്ക് എത്തിച്ചേരുന്നു എന്ന വിശ്വാസം, അത് ധർമ്മം. ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം. ആകാശത്തിൽ നിന്ന് വീഴുന്ന മഴ എങ്ങനെയാണോ സാഗരത്തിലേക്ക് ഒഴുകിച്ചേരുന്നത്, അതുപോലെ സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആരെ ഭജിച്ചാലും കുഴപ്പമില്ല, അത് കേശവനിലാണ് എത്തുക. ഈശ്വരൻ ഒന്ന് തന്നെ ഉള്ളുവെന്നും ഈ ജഗത്ത് ഒരൊറ്റ നീടം, ഒരു കൂടാണെന്നും, ജഗത്തേക നീടം, വസുധ ഏവ കുടുംബകം, വസുധൈവ കുടുംബകം, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് ധർമ്മം. അതിൽ ധർമ്മമാണ് സനാതനധർമ്മം. അതുകൊണ്ട് നമ്മുടേത് മതമല്ല. അപ്പോൾ മതങ്ങൾക്കുള്ളിൽ നിരവധി ധർമ്മത്തിനുള്ളിൽ നിരവധി മതങ്ങൾ ഉണ്ടാവാം. സനാതനധർമ്മത്തിന്റെ ഉള്ളിൽ മതങ്ങളുണ്ട്. ഇപ്പൊ ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, ഗാണപത്യ മതം, ശാക്തേയ മതം, ശൈവമതം, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മതങ്ങളുണ്ട്. കൾട്ടുകളുണ്ട്. കൾട്ട് എന്ന് പറഞ്ഞാൽ മതത്തേക്കാൾ കുറെ കൂടെ ചെറുതാണ്. സംഘടന ശക്തമായിരിക്കും, മനസ്സ് വളരെ സങ്കുചിതമായിരിക്കും. പക്ഷെ അത് നല്ലതാണ്, മോശമാണെന്നൊന്നുമല്ല. ഇപ്പൊ സത്യസായിബാബയുടെ കൾട്ട് ഷിർദി സായിബാബയെ അംഗീകരിക്കുകയില്ല, ഷിർദി സായിബാബയുടെ കൾട്ട് വേറൊരു കൾട്ടിനെ അംഗീകരിക്കുകയില്ല. അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അത്രേ ഉള്ളൂ, അത് മതി. അപ്പോ കൾട്ടുകളാണത്. കൾട്ടുകൾ, അതിനു മുകളിൽ മതങ്ങൾ, അതിനു മുകളിൽ ധർമ്മം. അപ്പോ സനാതനം ധർമ്മമാണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഈ സനാതന ധർമ്മത്തിന്റെ മക്കളായി തീരാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത് അത് വലിയ കാര്യമാണ്, ഇത് ചെറിയ കാര്യമല്ല. അപ്പോ അങ്ങനെയുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരു ജനത നമ്മുടെ ഈ ഭാരതത്തിൽ ഇന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷം നമുക്ക് വളരെ വളരെ അനുകൂലമായിരിക്കുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റും, ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് രാമജന്മഭൂമിയിൽ ശ്രീരാമന്റെ ക്ഷേത്രം ഉയരും എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അതേപോലെ തന്നെ കുംഭമേള, കോടാനുകോടി ജനങ്ങൾ ഒരു സ്ഥലത്ത് സമ്മേളിച്ച് ലോകം മുഴുവൻ അങ്ങോട്ട് എത്തിച്ചേരുന്ന ഒരു കുംഭമേള ഉണ്ടാകും. പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, കുംഭമേള നടന്നിട്ടുണ്ട്. പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ അത് സംഭവിക്കുമോ? സംശയമായിരുന്നു. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞു. എവിടെ? ഉത്തരേന്ത്യയിൽ. പക്ഷെ കഴിഞ്ഞ ദിവസം കേരളത്തിലും സംഭവിച്ചു കുംഭമേള. അതും മലപ്പുറം ജില്ലയിൽ 30 ലക്ഷം പേരാണ് വന്നത്. ഇവിടെ നിന്നൊക്കെ ആൾക്കാർ പോയിട്ടുണ്ടാവും. 8 കിലോമീറ്റർ 10 കിലോമീറ്റർ വാഹനം പാർക്ക് ചെയ്തിട്ട് നടന്നു പോകേണ്ടി വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 20 കിലോമീറ്റർ നടന്നാലും വേണ്ടില്ല, കേരളത്തിൽ ഭാരതപ്പുഴയുടെ തീരത്തുണ്ടായ കുംഭമേള വരെ ഒന്ന് എത്തിച്ചേരാൻ വേണ്ടി 30 ലക്ഷം ജനങ്ങൾ. ഒരു സഹായവും ഇല്ല, സർക്കാരിന്റെ സഹായമില്ല, സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല, ഒരു രാഷ്ട്രീയക്കാരും വന്നില്ല. പക്ഷെ 30 ലക്ഷം ജനങ്ങൾ വന്നു. ആ ജനങ്ങൾ എന്നാ ഞാൻ പറഞ്ഞത്, ഹിന്ദുക്കൾ എന്നല്ല. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ സനാതന ധർമ്മത്തിന്റെ നാടിന് ഒരു പ്രത്യേകതയുണ്ട്, ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന് ആത്മാവുണ്ട്. മനുഷ്യ ശരീരത്തിലുള്ളത് ജീവചൈതന്യത്തെ, ഈശ്വര ചൈതന്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആത്മാവ്.
രാഷ്ട്രമെന്ന് പറയുന്ന ഈ ശരീരം, ഭാരതം, അതിനൊരു ആത്മാവുണ്ട്. അതിൻ്റെ പേരാണ് ചിതി. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടാത്തിടത്തോളം കാലം ഇത്തരം അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനൊരു സംഘടനയും വേണ്ട. ഇവിടെ ഒരു കുംഭമേള നടന്നു. ഏത് സംഘടനയാണ് നടത്തിയത്? ഞാനിപ്പോൾ വായിച്ച ഏതെങ്കിലും സംഘടനയാണോ നടത്തിയത്? അല്ല. NSS SNDP ആണോ നടത്തിയത്? അല്ല. ആരുമില്ലാതെ, ഒരു സംഘടനയുമില്ലാതെ, ഒരു സംവിധാനവുമില്ലാതെ അത് സ്വയം അങ്ങ് സംഭവിക്കുകയായിരുന്നു. അപ്പോൾ അതിനുള്ള ആൾക്കാരുണ്ടായി, സമ്പത്തുണ്ടായി, സംവിധാനങ്ങളുണ്ടായി. 30 ലക്ഷം പേര് അവിടെ ഒഴുകിയെത്തി. ഇനി അത് വളർന്നുകൊണ്ടേയിരിക്കും. 2027, 28 ഇതിനേക്കാൾ വലിയ കുംഭമേളകൾ ഇതേ ഭാരതപ്പുഴയുടെ തീരത്ത്, ഇതേ നവാമുകുന്ദ ക്ഷേത്രത്തിന്റെ സമീപത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ചരിത്രത്തിൽ നിന്ന് ഒരിക്കൽ കൂടി ഉയർത്തെഴുന്നേൽക്കുകയാണ് സനാതനധർമ്മം. എന്തിനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതിന് കാരണമുണ്ട്. നാം ഭാരതീയർ, സനാതനധർമ്മത്തിന്റെ മക്കൾ, നമ്മൾ ലോകത്തിനെല്ലാം കൊടുത്തിട്ടേ ഉള്ളൂ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ മാത്രമാണ്. സമസ്ത ലോകങ്ങൾക്കും സുഖം ഭവിക്കട്ടെ. എനിക്ക് സുഖമുണ്ടാവട്ടെ എന്നല്ല, എൻ്റെ മതത്തിലുള്ളവർക്ക് സുഖമുണ്ടാവട്ടെ എന്നല്ല, എൻ്റെ വീട്ടിലുള്ളവർക്ക്, എൻ്റെ രാജ്യത്തുള്ളവർക്ക് സുഖമുണ്ടാവട്ടെ എന്നല്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകത്തിനും എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന, അനാദികാലം മുതൽ ആവർത്തിച്ചു വരുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് സനാതനധർമ്മം ലോകത്തെ കീഴടക്കുന്നതും അതേപോലെ തന്നെ വർദ്ധിതമായ ശക്തിയോടുകൂടി തിരിച്ചു വരുന്നതും. ഏതായാലും നമ്മുടെ ഈ ജന്മത്തിൽ നമുക്കതൊക്കെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇത് ചെറിയ കാര്യമല്ല. നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. ഈ സനാതനധർമ്മത്തെ വളർത്തി പരിപോഷിപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക. നമ്മുടെ മക്കൾക്ക് കൊടുക്കുക എന്നല്ല, ലോകത്തുള്ള എല്ലാവർക്കും കൊടുക്കുക. അപ്പൊ ലോകത്തുള്ള എല്ലാവർക്കും ഇതിന്റെ മഹത്വത്തെ ഉപയോഗിക്കാൻ കഴിയട്ടെ, അനുഭവിക്കാൻ കഴിയട്ടെ, അതിന്റെ ഭാഗമായി തീരാൻ കഴിയട്ടെ. മതങ്ങളൊക്കെ വരികയും പോവുകയും ചെയ്യും, പക്ഷെ സനാതനധർമ്മം അവിടെ ഉണ്ടാവും. മതങ്ങൾ ഒരു കാലത്ത് തുടങ്ങി, ഒരു കാലത്ത് അസ്തമിക്കും. എന്താ കാരണം? മാനുഫാക്ചറിങ് ഡേറ്റ് ഉള്ളതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. പക്ഷെ സനാതനധർമ്മം എന്ന് തുടങ്ങി ആർക്കും അറിയില്ല. അതുകൊണ്ട് അത് അവസാനിക്കുന്നതെന്ന് അതിന് അവസാനിക്കുന്ന ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് ഇല്ല. ആ സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള, അറിയേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്ന് ഈ സമകാലികമായ കാലഘട്ടത്തിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ അറിയേണ്ടത്. കാലഘട്ടത്തിന്റെ മാറ്റം, ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ഇപ്പം നമുക്കറിയാം, രാമായണം വായിക്കുമ്പോൾ, മഹാഭാരതം വായിക്കുമ്പോൾ, രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും നമ്മൾ കാണുന്നു. ആ രാജാക്കന്മാരുടെ കീഴിൽ, ചക്രവർത്തിമാരുടെ കീഴിൽ നിരന്തരം സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന നിരവധി തലമുറകളെ നമ്മൾ കാണുന്നു. പക്ഷെ ഇന്ന് രാജാവും ചക്രവർത്തിയൊന്നും ഇല്ല. ഇന്നുള്ളത് ജനാധിപത്യ. ഈ സമകാലിക സാഹചര്യത്തിൽ രാജാവില്ലാതെ, ചക്രവർത്തിയില്ലാതെ ജനാധിപത്യ ഭരണക്രമം വരുമ്പോൾ ഈ ഭരണക്രമത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, ഇത് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് രാമായണം, ആദികാവ്യം. ഇപ്പൊ രാമായണം എന്താണ് എന്ന് ചോദിച്ചാൽ പലരും പറയും രാമായണം ഭക്തിയുടെ കാവ്യമാണ്. ശരിയാണ്. രാമായണം ഭ്രാതൃസ്നേഹത്തിന്റെ കാവ്യമാണ്. രാമനും ലക്ഷ്മണനും ഭരതനും തമ്മിലുള്ള ബന്ധത്തിന്റെ കാവ്യമാണ്. ശരിയാണ്. അതുപോലെ സ്വാമി ഭക്തിയുടെ കാവ്യമാണ്. ഹനുമാനും രാമനും തമ്മിലുള്ള സ്വാമി ഭക്തിയുടെ കാവ്യമാണ്. അതും ശരിയാണ്. അങ്ങനെ നിരന്തരം എന്തെല്ലാം അന്വേഷിച്ചാലും അതൊക്കെ ശരിയാണ്. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം, 100 കോടി ഗ്രന്ഥമുണ്ട് എന്ന് രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താ ഈ 100 കോടി ഗ്രന്ഥമുണ്ടെന്ന് പറഞ്ഞാൽ? 100 കോടി വ്യാഖ്യാനങ്ങൾ ചമച്ചാലും, എത്ര അർത്ഥതലങ്ങൾ കൊടുത്താലും അതൊക്കെ രാമായണത്തിലുണ്ട്. അപ്പോൾ രാമായണത്തിൽ സാമ്പത്തിക ശാസ്ത്രമുണ്ട്. സീത രാമനെ വിവാഹം കഴിക്കുമ്പോൾ ജനക മഹാരാജാവ് സീതയ്ക്ക് കൊടുക്കുന്ന സ്വർണത്തിന്റെ അളവ് 2000 ടൺ. 2000 ടൺ. രാമായണം അടുത്താണ് വായിച്ചു നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും. കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് 2000 ടൺ. ടൺ എന്ന് ഇംഗ്ലീഷിലൊന്നും അല്ല എഴുതിയിരിക്കുന്നത്, 1000 ഭാരം സ്വർണം എന്നാണ്. ആ 1000 ഭാരം എന്നൊക്കെ പറയുന്നത് വെറുതെ ഭാരമല്ല, അതിന് കൃത്യ അളവുണ്ട്. എടുത്തു നോക്കിയാൽ അറിയാം 2000 ടൺ. അപ്പൊ 2000 ടൺ സ്വർണം എന്തിനാണ് സീതയ്ക്ക് കൊടുത്തത്? അതിലൊരു 100 കിലോ സ്വർണം കൊണ്ട് ആഭരണം ഉണ്ടാക്കി അണിഞ്ഞിരുന്നെങ്കിൽ സീതാദേവി അതിന്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞരിഞ്ഞു പോയേനെ. പിന്നെ എന്തിനാ ഇത്രയും സ്വർണം? രാമന്റെ രാജ്യവും
ജനകന്റെ രാജ്യവും സീതയുടെ രാജ്യവും ഒന്നിച്ചു ചേരുന്ന ഭൂവിഭാഗത്തിൽ ജീവിക്കുന്ന ആകെ ജനതയുടെ ജനസംഖ്യയുടെ ഒരു വർഷക്കാലത്തെ ആദാനപ്രദാനത്തിന്റെ ആകെ സമ്പത്തിന് തുല്യമായ സ്വർണം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ വാർഷിക ബജറ്റിന്റെ അടങ്കൽ തുക. അതാണ് ഈ 2000 ടൺ സ്വർണം. അപ്പൊ രാമായണത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം എത്രമാത്രം നമുക്ക് പഠിക്കാനുണ്ട്. രാമായണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന 80 തരം ആയുധങ്ങളാണ്. മഹാഭാരതം വന്നപ്പോഴേക്കും 200-ൽ പരം ആയുധങ്ങളാണ്. കാലഘട്ടത്തിന്റെ മാറ്റം. അപ്പോൾ യുദ്ധതന്ത്രത്തെ സംബന്ധിച്ചും അവിടെ എത്രമാത്രം പറഞ്ഞിരിക്കുന്നു. എത്ര തേര്, എത്ര കാലാൾ, എത്ര ആന, എത്ര കുതിര സീതയ്ക്ക് കൊടുത്തു എന്ന് കൃത്യമായിട്ട് രാമായണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇത്ര തേര്, ഇത്ര കുതിര എന്നൊക്കെ എണ്ണം എഴുതി പറഞ്ഞിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും ചേർന്ന് ഭരിക്കേണ്ടി വരുന്ന സാമ്രാജ്യത്തിന്റെ അതിർത്തികളും ആ അതിർത്തികളിലുള്ള മറ്റു രാജ്യങ്ങളുടെ സേനയുടെ ശക്തിയും ഈ വിസ്തൃതമായ രാജ്യത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സൈനിക ബലം, എങ്ങനെയുള്ള ഒരു സൈന്യത്തെയാണ് സൃഷ്ടിക്കേണ്ടത് എന്ന് കണക്കാക്കി ആ സൈന്യത്തിന് ആവശ്യമായ എത്ര കാലാളും കുതിരയും തേരും ആനയും ഒക്കെയാണ് ജനക മഹാരാജാവ് കൊടുത്തത്. നോക്കൂ, യുദ്ധശാസ്ത്രം, യുദ്ധതന്ത്രം എത്ര ഭംഗിയായിട്ട് വിശദീകരിച്ചിരിക്കുന്നു. സീതയോടൊപ്പം 400 ദാസിമാർ. 400 ദാസിമാരുടെ വല്ല ആവശ്യമുണ്ടോ? ഒരു സീത കുളിപ്പിക്കാനും കണ്ണെഴുതാനും പൊട്ടു തൊടിയിക്കാനും മുടി കെട്ടാനും സാരി ഉടുപ്പിക്കാനും ഇനിയിപ്പോൾ എന്തെല്ലാമൊക്കെ മേക്കപ്പ് ചെയ്യണമെങ്കിലും 400 പേരുടെ ആവശ്യമുണ്ടോ? ഉണ്ട്. എന്താ കാരണം? വെറും 400 ദാസിമാരല്ല, മറിച്ച് രാജ്യഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഇത്രയും വലിയ ഒരു സാമ്രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് സീതാദേവിയുടെ ഒപ്പം കൊടുത്ത 400 ദാസിമാർ. ഇന്നത്തെ ഭാഷയെ പറഞ്ഞ IAS, IFS, IPS, IRS, അങ്ങനെ 10-23 സർവീസ് ഉണ്ട്. ആ സർവീസ് എല്ലാം കൈകാര്യം ചെയ്യേണ്ടവരെയാണ്, അറിവുള്ളവരെയാണ് സീതാദേവിയോടൊപ്പം കൊടുത്തത്. നോക്കൂ, രാമായണം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, പൊളിറ്റിക്സ്, രാഷ്ട്രീയം. രാമായണത്തിൽ എന്താ രാഷ്ട്രീയം എന്ന് നമുക്ക് തോന്നാം. രാഷ്ട്രീയമുണ്ട്. ലോകത്തെ ആദികാവ്യമായ രാമായണം, ഞാൻ ഈ പറഞ്ഞ നിരവധിയായ അർത്ഥങ്ങളെക്കാൾ ഉപരി ലോകത്തിന് മുമ്പിൽ സംഭാവന ചെയ്ത മറ്റൊരു കാര്യമുണ്ട്, രാഷ്ട്രീയം. അതെന്ത് രാഷ്ട്രീയമാണ്? ലോകത്തെല്ലാ കാലത്തും എല്ലാവരും കൈകാര്യം ചെയ്ത എല്ലാ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെയും ലോക ചരിത്രത്തിൽ ആദ്യമായി മാനവരാശിക്ക് മുമ്പിൽ അവതരിപ്പിച്ച കാവ്യം, ആദികാവ്യം, രാഷ്ട്രീയ കാവ്യം, അതാണ് രാമായണം. അവിടെ 3 രാഷ്ട്രങ്ങളുടെ കഥ പറയുന്നു. അയോധ്യ, കിഷ്കിന്ധ, ലങ്ക. അയോധ്യ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം, ദശരഥനും രാമനും ഒക്കെ ഭരതൻ ഭരിച്ച ആ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ രാജ്യമാണ്. ജനങ്ങളുടെ മനസ്സിനും അവരുടെ ആഗ്രഹങ്ങൾക്കും ആധിപത്യം കൊടുക്കുന്ന രാജ്യം. എങ്ങനെയാണ് രാമനെ തെരഞ്ഞെടുത്തത്? ദശരഥന് പ്രായമായി, ചക്രവർത്തിമാർക്കൊക്കെ റിട്ടയർമെന്റ് ഏജ് ഉണ്ട് പണ്ട്. ഇപ്പോഴാണ് രാഷ്ട്രീയത്തിൽ റിട്ടയർമെന്റ് ഇല്ലാത്തത്, അന്നുണ്ട്. അപ്പോൾ തന്റെ രാജ്യം തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കാൻ സമയമായി എന്ന് മനസ്സിലാക്കിയ ദശരഥൻ എങ്ങനെയാണ് രാമനെ ഭരണം ഏൽപ്പിച്ചത്? വേണമെങ്കിൽ ദശരഥൻ അങ്ങ് പ്രഖ്യാപിച്ചാൽ മതി, ആരും ചോദ്യം ചെയ്യില്ല. എന്താ ചോദ്യം ചെയ്യാത്തത്? ദേവാസുര യുദ്ധരംഗത്ത് ദശരഥനായിട്ടുള്ള മഹാരഥിയായിട്ടുള്ള അദ്ദേഹം ദേവന്മാരെ സഹായിച്ചു, അസുരന്മാരെ പരാജയപ്പെടുത്തി. അപ്പോൾ അസുരന്മാരെ പരാജയപ്പെടുത്തിയത് കൊണ്ട് ഇനി അസുരന്മാരുടെ ഭാഗത്ത് നിന്ന് ആരും ദശരഥനെതിരെ വരാൻ സാധ്യതയില്ല, ധൈര്യമില്ല. ദേവന്മാരെ സഹായിച്ചത് കൊണ്ടോ? മുഴുവൻ ദേവന്മാരും ദശരഥന്റെ വളരെ ബന്ധപ്പെട്ട ആൾക്കാരുമാണ്. അപ്പോൾ ആ ഒരു ആനുകൂല്യവുമുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് ദശരഥന് വേണമെങ്കിൽ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കാം, രാമനെ, എൻ്റെ മൂത്ത പുത്രനെ ഞാനിതാ രാജാവായി അഭിഷേകം ചെയ്യുന്നു, ചക്രവർത്തിയാക്കുന്നു. ആരും എതിർക്കില്ല. പക്ഷെ അതല്ല ചെയ്തത്. എന്താ ചെയ്തത്? നാനാജനപുരവാസികൾ എല്ലാവരോടും ചോദിച്ചു. ദശരഥൻ ചോദിച്ചു, ആരായിരിക്കണം നിങ്ങളുടെ അടുത്ത ഭരണാധികാരി? നാനാജനപുരവാസികൾ. 18 വയസ്സ് തികഞ്ഞോ? വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ഉണ്ടോ? ഈ രാജ്യത്തുള്ള ആളാണോ അതോ വിദേശിയാണോ? സിറ്റിസൺഷിപ്പ് ഉണ്ടോ? ഇതൊന്നും ചോദിച്ചില്ല. ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചില്ല. വൃദ്ധനാണോ ബാലനാണോ എന്ന് ചോദിച്ചില്ല. പണ്ഡിതനാണോ പാമരനാണോ എന്ന് ചോദിച്ചില്ല. നാനാജനപുരവാസികൾ എല്ലാവരോടും ചോദിച്ചു, ആരായിരിക്കണം? അവരാണ് തിരഞ്ഞെടുത്തത് രാമനെ. ജനാധിപത്യം. ആ ജനാധിപത്യ രീതിയിൽ രാമനെ തിരഞ്ഞെടുത്ത് അധികാരത്തിലേറ്റാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. കഥ നമുക്കറിയാം. രാമൻ വനവാസത്തിന് പോവേണ്ടി വന്നു. ഭരതൻ
നിയോഗിക്കപ്പെട്ട സമയത്ത് ഭരതൻ പറഞ്ഞു, ജനങ്ങളാണ് ജ്യേഷ്ഠനെ തിരഞ്ഞെടുത്തത്, എന്നെയല്ല. ജനാധിപത്യമാണ് ഇവിടെ പുലരേണ്ടത്, ഏകാധിപത്യമല്ല. അതുകൊണ്ട് രാമൻ ജ്യേഷ്ഠൻ തിരിച്ചു വരുന്നത് വരെ അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്കൊന്നും കടക്കാതെ പുറത്ത് നന്ദിഗ്രാമിൽ ആ ജ്യേഷ്ഠന്റെ പാതകങ്ങളെ പൂജിച്ചുകൊണ്ട് ജ്യേഷ്ഠനു വേണ്ടി ഞാൻ ഭരിക്കാം. അതാണ് ജനാധിപത്യ മര്യാദ. ജനാധിപത്യത്തെ പഠിപ്പിച്ച അയോധ്യ. രാവണനെ നിഗ്രഹിച്ച് തിരിച്ചു വന്ന് അധികാരത്തിലേക്ക് കടന്നിരിക്കേണ്ട സമയം വന്നപ്പോ തന്റെ ലക്ഷോപലക്ഷം പ്രജകളിൽ നിസാരനിൽ നിസാരമെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു അലക്കുകാരന്റെ ഭാര്യ ഒരു സംശയം സീതാദേവിയുടെ കാര്യത്തിൽ പ്രകടിപ്പിച്ചു. എന്നാലും ഇത്രയും കാലം അവിടെ പോയി ആ രാവണന്റെ കൂടെയൊക്കെ കഴിഞ്ഞതല്ലേ, ഈ സീത അത്ര അഗ്നിശുദ്ധയാണെന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാമോ? ഒരു സംശയം. ആ ഒരു സംശയത്തിന്റെ മുന്നിൽ കാൽക്ഷണം പോലും കാത്തു നിൽക്കാതെ, ഒരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കാതെ കാട്ടിലുപേക്ഷിച്ചു. ഏതൊരവസ്ഥയിൽ എന്നൊക്കെ നമുക്കറിയാം. എന്താ കാരണം? സത്യം എന്താണ്, ന്യായം എന്താണ് എന്ന് തർക്കിച്ചു നിൽക്കാനും അതിനെ ബോധ്യപ്പെടുത്താനും സമയമെടുക്കാതെ ജനങ്ങളുടെ മനസ്സിന് ആധിപത്യം കൊടുക്കുന്ന യഥാർത്ഥ ജനാധിപത്യത്തിന്റെ പ്രതീകമായി നിൽക്കേണ്ട രാജാവ് രാമൻ. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് നാം വിളിക്കുന്നത് അതുകൊണ്ടാ. ആ ജനാധിപത്യത്തെ, അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തെ പ്രകടിപ്പിച്ച രാമായണം. അത് കഴിഞ്ഞ് കിഷ്കിന്ധയിലേക്ക് പോകുമ്പോഴോ അവിടെ ലക്ഷ്മണനുണ്ട്, അവിടെ അവിടെ ബാലിയുണ്ട്, സുഗ്രീവനുണ്ട്. ബാലി ഭരിച്ചാലും സുഗ്രീവൻ ഭരിച്ചാലും കിഷ്കിന്ധയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, ഏകാധിപത്യം. കൽപ്പന കല്ലേൽ പിളർക്കുന്ന രാജ്യങ്ങൾ വീണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സുഗ്രീവാജ്ഞ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സുഗ്രീവാജ്ഞയേക്കാൾ വലിയ ആജ്ഞയാണ് ബാലിയുടെ ആജ്ഞ. ബാലിയാണെങ്കിലും സുഗ്രീവനാണെങ്കിലും ചരിത്രത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. റൊമാനിയയിലെ ചെഷസ്കയും ഉഗാണ്ടയിലെ ഇദി അമീനും അതുപോലെ ലോകത്തെ പല രാജ്യങ്ങളിലെ പല ഏകാധിപതികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്ന ഏകാധിപത്യത്തെ പ്രതിനിധീകരിക്കുന്ന രാജ്യം കിഷ്കിന്ധ. ഇനി ലങ്കയിലേക്ക് ചെന്നാലോ? ലങ്കയിൽ അഭിസ്വർണമയി ലങ്ക എന്ന് വിളിക്കപ്പെടാൻ മാത്രം സമ്പന്നമായ ഒരു രാജ്യം. ആ രാജ്യം രാമന് ഭീഷണിയാണ്, സീതയ്ക്ക് ഭീഷണിയാണ്. രാക്ഷസന്മാരാണ് ഭരിക്കുന്നത്. അവസാനം രാമൻ അവിടെ കടന്നു ചെല്ലേണ്ടി വന്നു, യുദ്ധം ചെയ്യേണ്ടി വന്നു, രാവണനെ വധിക്കേണ്ടി വന്നു. തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോൾ എല്ലാവരും ചേർന്നിരുന്നിട്ട് ഒരു ചർച്ച നടത്തുകയാണ്. ഈ രാജ്യം ഇനി ആര് ഭരിക്കണം? പലരും പല കാര്യങ്ങളും പറഞ്ഞു. ഇനി മേലാളൊരു രാവണൻ ഉണ്ടാവരുത്, ഇനി ഒരിക്കലും ലങ്ക നമുക്കെതിരെ യുദ്ധത്തിന് വരരുത്, ഇനി നമുക്ക് തലവേദനയാവരുത്, ഇനി ഒരു സീത മോഷ്ടിക്കപ്പെടരുത്. അതുകൊണ്ട് ഈ രാജ്യം വിശ്വസ്തനായിട്ടുള്ള അനുജനെ തന്നെ ഏൽപ്പിക്കണം, ലക്ഷ്മണനെ. കല്ലും മുള്ളും ചവിട്ടി 14 വത്സരക്കാലം ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയെയും സംരക്ഷിക്കാൻ വേണ്ടി തന്റെ ധർമ്മപത്നിയായ ഊർമിളയെ കൊട്ടാരത്തിൽ ഒറ്റയ്ക്കാക്കി എല്ലാ കഷ്ടപ്പാടുകൾക്കും മുന്നേ നടന്ന് രാമനെ സംരക്ഷിച്ച അനുജനായ ലക്ഷ്മണന് കൊടുക്കാൻ ഇതിലും നല്ലൊരു സമ്മാനമുണ്ടോ? സ്വർണമയായ സമ്പന്നമായ ലങ്ക കൊടുക്കൂ. രാമൻ പറഞ്ഞു വേണ്ട. എന്താ കാര്യം? ഈ രാജ്യത്തിന്റെ സംസ്കാരം ജനാധിപത്യമല്ല, ഇത് വംശാധിപത്യത്തിന്റെ രാജ്യമാണ്. അതായത് ഇവിടുത്തെ പ്രധാനമന്ത്രിയും ഇവിടുത്തെ ചീഫ് ജസ്റ്റിസും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ എല്ലാ ആൾക്കാരും രാക്ഷസന്മാരാണ്. ഇവിടുത്തെ സംസ്കാരം രാക്ഷസന്മാരുടേതാണ്. അതുകൊണ്ട് ഒരു രാക്ഷസൻ തന്നെ ഭരിക്കട്ടെ. അങ്ങനെയാണ് വിഭീഷണനെ ഭരണമേൽപ്പിച്ചുകൊണ്ട് തിരിച്ചു പോരുന്നത്. അപ്പോ ഈ വംശാധിപത്യത്തിന്റെ ടോട്ടാലിറ്റേറിയനിസത്തിന്റെ പ്രതീകമായിട്ടുള്ള ലങ്ക, ഈ 3 ഭരണ സംവിധാനങ്ങളെ മാനവരാശിക്ക് മുമ്പിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ഗ്രന്ഥം രാമായണം. സനാതനധർമ്മം ലോകത്തിന് ആദ്യമായി കൊടുത്ത ഗ്രന്ഥവും രാമായണമാണ്. ആ രാമായണത്തിൽ സനാതനധർമ്മം മുന്നോട്ട് വെച്ച ഈ 3 രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ, ജനാധിപത്യം, ഏകാധിപത്യം, വംശാധിപത്യം, ഇതല്ലാതെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നുണ്ടോ? ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ധർമ്മം, ഈ കാര്യങ്ങളെയൊക്കെ ഉദാഹരണ സഹിതം മാനവരാശിക്ക് മുമ്പിൽ അവതരിപ്പിച്ച ആ രാജ്യത്ത് ഏറ്റവും ഉദാത്തമെന്ന് പറയുന്ന ഒരു ചുമതലയാണ് ജനാധിപത്യം. അതുകൊണ്ട് നമുക്ക് ഈ രാജ്യത്തെ ഭരിക്കാനുള്ള ചുമതല ഇപ്പോൾ ഉണ്ട്. കാരണം ചക്രവർത്തി ഇല്ല, രാജാവില്ല, നമ്മളാണ് ചക്രവർത്തി, നമ്മളാണ് രാജാവ്.
അതുകൊണ്ട് ആ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണമെങ്കിൽ, അത് നമുക്ക് നിർവഹിക്കണമെങ്കിൽ നമ്മൾ ഓരോ വ്യക്തിക്കും ആ ചുമതലാബോധമുണ്ടാവണം. ഞാൻ രാജാവാണ്, ഞാൻ ചക്രവർത്തിയാണ്, ഞാൻ ഭരണാധികാരിയാണ്, ഇതെന്റെ ദൗത്യമാണ്. ആ ദൗത്യത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അയോധ്യയെയും രാമനെയും ദശരഥനെയും ഭരതനെയും എല്ലാവരെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് സമകാലീന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് ചിന്തിക്കുക തന്നെ വേണം. ജനാധിപത്യത്തിൽ നമുക്കാണ് രാജാധികാരം കൈകാര്യം ചെയ്യാനുള്ള ചുമതല. അത് നമ്മുടെ ധർമ്മമാണ്. ഞാൻ ഇത്രയും വ്യക്തമായി പറയാൻ കാരണം, ഈ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും അത്ര ഗൗരവം എടുക്കാറില്ല. ആ ഗൗരവം എടുക്കാത്തത് കൊണ്ട് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ നിത്യജീവനത്തിലേക്ക് ഇത് 1000 തവണ കടന്നു വരുന്നുണ്ട്. കാണുന്നില്ലെന്നേ ഉള്ളൂ, അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ന് രാവിലെ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ എനിക്ക് അയച്ചു തന്ന ഒരു ചെറിയ സംഭവമാണ്. എനിക്കിത് നേരത്തെ അറിയാം, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചു. ഓർമ്മ വന്ന കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു എന്ന് മാത്രം. നമ്മുടെ ഈ നാട്ടിൽ സംവരണമുണ്ട്. OBC എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. SC ഉണ്ട്, ST ഉണ്ട്, പിന്നെ സംവരണം ഇല്ലാത്ത വിഭാഗമുണ്ട്. ഇതിനിടയിലുള്ള വലിയൊരു വിഭാഗമാണ് OBC. ഈ OBCക്കകത്ത് ഇവരെങ്ങനെ OBC ആയത് എന്ന് ചിന്തിക്കുമ്പോൾ, ജാതി ഉള്ളിടത്തു നിന്നാണല്ലോ ഈ വേർതിരിവുണ്ടായത്. ജാതി എവിടെയുള്ളത്? അത് സനാതനധർമ്മം, ഹിന്ദു ധർമ്മത്തിലാണ്. ഹിന്ദു ധർമ്മത്തിൽ ജാതിയുണ്ടോ? അവിടെ ഈ ജാതി വേർതിരിവൊന്നുമില്ല. പിന്നെയോ ഹിന്ദു മതം, ആചാരം, ഇതൊക്കെ കുറേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആചാരങ്ങളോടൊപ്പം അനാചാരങ്ങളും കടന്നു വന്നപ്പോൾ ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങൾ വന്നു. അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിനെ തിരുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സംവിധാനമാണ് സംവരണം. അത് നമ്മൾ തന്നെ ചെയ്തതാണ്. ആരും നമ്മളെ കൊണ്ടെത്തുന്നതല്ല, നമ്മൾ സ്വയം എടുത്തതാണ്. അതിലൊരു OBC ഉണ്ട്. ഈ OBCയിലേക്ക് മുസ്ലിങ്ങൾ മുഴുവൻ വന്നു കഴിഞ്ഞു. അതെങ്ങനെയാ? ഹിന്ദു സമൂഹത്തിൽ മാത്രമുള്ള ജാതി സംവരണത്തിൽ മുസ്ലിങ്ങൾ കടന്നു വരുന്നത് ആരും ചോദിച്ചില്ല. ക്രൈസ്തവരിൽ നല്ലൊരു വിഭാഗം കടന്നു വന്നു കഴിഞ്ഞു. അതെങ്ങനെയാ അങ്ങനെ വന്നത്? നമ്മൾ ചോദിച്ചില്ല. OBC സംവരണം വേണോ? എന്നാൽ അവരെടുത്തോട്ടെ, ഇവരും എടുത്തോട്ടെ. അങ്ങനെ എല്ലാവരും കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഹിന്ദു OBCയുടെ കയ്യിൽ വല്ലതും ബാക്കിയുണ്ടോ? ഇതാണ് ക്രൈസ്തവ പുരോഹിതൻ ഇന്ന് രാവിലെ എന്നോട് ചോദിച്ച ചോദ്യം. നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് ഹിന്ദുക്കൾക്ക് ഇടയിൽ മാത്രമുള്ള ജാതി സംവരണത്തിലേക്ക് ജാതിയില്ലാത്ത മുസ്ലിമും ജാതിയില്ലാത്ത ക്രൈസ്തവരും കടന്നു വന്നു. OBC സംവരണം മുഴുവൻ അങ്ങ് കൊണ്ടുപോയി. ഇപ്പൊ ഹിന്ദു OBCക്ക് ജോലിയും കിട്ടുന്നില്ല, കോളേജിലും സ്കൂളിലും അഡ്മിഷനും കിട്ടുന്നില്ല. ഒരു പച്ച യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നില്ല, പക്ഷെ അനുഭവിക്കുന്നുണ്ട്. ജോലി കിട്ടാതെ വരുമ്പോൾ, ഇഷ്ടപ്പെട്ട കോഴ്സിന് അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്, എന്നാലും ചിന്തിക്കുന്നില്ല. എന്താ കാരണം? ഞാൻ രാജാവാണ്, ഞാൻ ചക്രവർത്തിയാണ്, ഈ ഭരണം നടത്തേണ്ടത് എൻ്റെ ചുമതലയാണ് എന്ന ചിന്തയില്ലാതെ വരുമ്പോൾ നമുക്കിതിൻ്റെ നഷ്ടം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സനാതനധർമ്മവും സമകാലിക സാഹചര്യവും എന്ന വിഷയം സംസാരിക്കാൻ എന്നെ ഏൽപ്പിച്ചതെന്ന് എനിക്ക് തോന്നുകയാണ്. സമകാലിക സാഹചര്യം ഞാൻ ഈ പറഞ്ഞത്. 100 ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയാനുണ്ട്. പക്ഷെ ഒരെണ്ണം സമയക്കുറവ് കൊണ്ട് ഒരു ഉദാഹരണം നിങ്ങളുടെ മുന്നിൽ വെച്ചു എന്ന് മാത്രം. ഇത് നമ്മൾ അറിയണ്ടേ? തീർച്ചയായിട്ടും അറിയണം. സമൂഹത്തിൻ്റെ ഓരോ ചലനങ്ങളും ഓരോ സ്പന്ദനങ്ങളും അറിയണം. എന്തുകൊണ്ടാണ് നമുക്ക് സമ്പത്ത് കുറഞ്ഞു വരുന്നത്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ അഭിമാനിക്കുന്നുണ്ടാവും, എൻ്റെ വീട്ടിൽ ഇത്ര ഉദ്യോഗസ്ഥരുണ്ട്, എൻ്റെ മക്കൾക്ക് ഇന്ന ജോലിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ജോലിയുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, എൻ്റെ അച്ഛന് ജോലിയുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ജോലിയുണ്ട്, അവർക്കൊക്കെ വരുമാനമുണ്ട്. അങ്ങനെ സന്തോഷിക്കുന്നവരുണ്ടാകും. പക്ഷേ അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ തലമുറയിൽ, നിങ്ങളുടെ പിതാവിൻ്റെ പിതാവ്, മാതാവിൻ്റെ മാതാവിൻ്റെ തലമുറയിൽ, അവരുടെയും പുറകോട്ടുള്ള തലമുറയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. വീട്ടിൽ എത്ര ഭൂമി ഉണ്ടായിരുന്നു? വീട്ടിൽ എത്ര കൃഷി ഉണ്ടായിരുന്നു? വീട്ടിൽ എത്ര വരുമാനം ഉണ്ടായിരുന്നു? വീട്ടിൽ എത്ര സമ്പത്തുണ്ടായിരുന്നു? നമുക്കാകെ എത്ര ആസ്തി ഉണ്ടായിരുന്നു? എന്നിട്ട് ഈ തലമുറയിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മളിപ്പോൾ സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്? അതെ. നമുക്ക് നല്ല വീടില്ലേ? ഉണ്ട്. മിക്കവാറും പേർക്ക് കാറ് ഇല്ലെങ്കിൽ ഒരു ബൈക്കെങ്കിലും ഇല്ലേ? ഉണ്ട്. വീട്ടിലെല്ലാ അത്യന്താധുനിക ഉപകരണങ്ങളില്ലേ? ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും ചെരുപ്പ് മുതൽ മുടിയിൽ ക്ലിപ്പ് വരെ ഒന്ന് കൂട്ടി നോക്കിയേ, എത്ര 1000 രൂപയുടെ ആസ്തിയുണ്ട്. ഇത് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ധരിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ സമ്പന്നരല്ലേ? അതെ. എന്നിട്ട് എന്താ ഒരു സന്തോഷമില്ലാത്ത? അതെ,
ഇതൊക്കെ ശരിയാണെങ്കിലും ഇതിൻ്റെ എല്ലാം കൂടെ ബാധ്യത ആലോചിക്കുമ്പോൾ എങ്ങനെ സന്തോഷം വരാനാ അല്ലേ? നമ്മുടെ മുത്തശ്ശിക്ക്, നമ്മുടെ മുത്തശ്ശന്, നമ്മുടെ മാതാവിന്, നമ്മുടെ പിതാവിന് ഇത്രയും കടമുണ്ടായിരുന്നോ? ഈ പറഞ്ഞ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ട് ആത്മാഭിമാനം കൊള്ളുമ്പോഴും നമ്മുടെ മനസ്സിൽ തിരിഞ്ഞൊരു ചോദ്യം ചോദിക്കൂ. മുത്തശ്ശൻ ഇത്രയും EMI അടച്ചിട്ടുണ്ടായിരുന്നോ? മുത്തശ്ശിയുടെ സ്വർണം ഇത്രയും പണയത്തിലായിരുന്നോ? ചിട്ടി പിടിച്ചതിൻ്റെ പൈസ അവരൊക്കെ അന്ന് അടയ്ക്കാൻ കിടന്ന് വിഷമിക്കുന്നുണ്ടായിരുന്നോ? മാസാവസാനം അല്ലെങ്കിൽ ആദ്യം കിട്ടുന്ന ശമ്പളം പിറ്റേ ദിവസം തന്നെ തീർന്നു പോകുമായിരുന്നോ? നമുക്കെന്താ ഡെപ്പോസിറ്റ് ഇല്ലാത്ത? നമുക്ക് ബാങ്ക് ഡെപ്പോസിറ്റുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ലാത്ത കാലഘട്ടം വന്നത് എന്തുകൊണ്ടാണ്? അപ്പം നമ്മൾ പറയാം അത് കുട്ടിക്ക് അഡ്മിഷൻ മേടിച്ചിട്ടാണ്, വീട് പണിതിട്ടാണ്, കാറ് വാങ്ങിച്ചിട്ടാണ്, രണ്ടാമത്തെ കുട്ടിയെ ചേർത്തിട്ടാണ്, അങ്ങനെയൊക്കെയാണ്. ആയിക്കോട്ടെ, പക്ഷെ എന്നിട്ട് മിച്ചമില്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മളിത് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സനാതനധർമ്മത്തെ, അതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെ നമ്മളുടെ വീട്ടിൽ ആചരിക്കുവാൻ നമുക്ക് കഴിയാൻ വയ്യാതെ വന്ന സാമൂഹിക സാഹചര്യം നമ്മൾ അനുഭവിക്കേണ്ടി വരികയാണ്. കാരണം നമ്മൾ നമ്മളെ ഭരിക്കുന്നില്ല. ഭരിക്കാൻ വേണ്ടി മറ്റാരെയെങ്കിലും ഏർപ്പെടുത്തുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയാകാവോ? ഒന്നും വയ്യ, എനിക്ക് സ്ഥാനാർത്ഥിയൊന്നും ആകണ്ട, ആരെങ്കിലും ആയിക്കോ, ഞാൻ വോട്ട് ചെയ്തേക്കാം. അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ, പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ, സൊസൈറ്റിയുടെ ഇലക്ഷൻ വരുമ്പോൾ, ബാങ്കിൻ്റെ ഇലക്ഷൻ വരുമ്പോൾ, എന്തിനേറെ ഇതുപോലെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഒന്ന് പ്രസിഡന്റ് ആകാമോ എന്ന് ചോദിച്ചാൽ പാമ്പിനെ ചവിട്ടി പോലെ പുറകോട്ട് അയ്യോ വയ്യാന്നാ പറയുക അല്ലേ? ഹിന്ദു സമ്മേളനത്തിൻ്റെ മറ്റോ പ്രസിഡന്റായിട്ട് അവസാനം കയ്യിൽ നിന്ന് കാശ് പോവുകയല്ലേ എന്നാ ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞു പോവുകയില്ല. ഞാൻ വെറുതെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതല്ല. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾ കുറേ വൃദ്ധന്മാരാണ്, ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് പരമ കഷ്ടമാണ്, ഈ സമ്മേളന ഹാളിലിരിക്കുന്ന ആൾ പോലെ പോവും, അത്ര പോലും കാശൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാശുണ്ടാക്കാം, പണത്തിന് ഹിന്ദുവിന് ഒരു പഞ്ഞവും ഇല്ല. ഞാൻ അതിനെക്കുറിച്ച് തന്നെ ഒരു വലിയ ക്ലാസ് ഒരിക്കൽ കോഴിക്കോട് എടുത്തു. ആള് കയറാൻ വേണ്ടി എങ്ങനെയാണ് സംവിധാനം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പാസ് വെച്ചു. 250 പേരെ മാത്രമേ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു AC ഓഡിറ്റോറിയത്തിൽ. ആ വിഷയം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പരിഹാരമുണ്ട് ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങൾക്ക്. ഇതായിരുന്നു വിഷയം. ചിദാനന്ദപുരി സ്വാമികളാണ് ഉദ്ഘാടനം ചെയ്തത്. 250 പേരാണ് വന്നത്. ഏതാണ്ട് 250 പേര് പുറത്ത് കാത്തു നിന്നു ഇത് കേൾക്കാൻ കഴിയാതെ. കാരണം ഞാൻ പാസ് കൊടുത്തിട്ട് ആളിനെ കയറ്റിയത്. എൻ്റെ പ്രസംഗം കേൾക്കാൻ പാസ് കൊടുത്തു. പൈസയൊന്നും മേടിച്ചില്ല, ഫ്രീ പാസ്സാണ്, പക്ഷേ പാസ് കിട്ടുന്നവർക്ക് കയറത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഡിമാൻഡായി. ഇന്നും ഇതുപോലെ വല്ല പാസും വെച്ചിരുന്നെങ്കിൽ ആൾ തേഞ്ഞേനെ. കാരണം അതാണ് നമ്മുടെ ഒരു സ്വഭാവം. എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നും. ഏതായാലും അങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലായത് നമുക്കിഷ്ടം പോലെ പണമുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ പണമുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ പണം എവിടുന്നാണ് വരുന്നത്? അത് വരും. അതെപ്പോഴാണെന്നറിയോ? വെടിക്കെട്ട് ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ പണം വരും, ഗാനമേള ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ പണം വരും, നാടകം കാണാനും ബാല കാണാൻ ഇഷ്ടം പോലെ പണം വരും, ആനയെ എഴുന്നള്ളിക്കാൻ ഇഷ്ടം പോലെ പണം വരും. അപ്പോഴൊക്കെ നമുക്ക് പണമുണ്ട്. അപ്പോൾ പണം എവിടെയോ ഉണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആവശ്യകത നമുക്ക് തോന്നിയാൽ മതി. അപ്പോൾ ഈ ഒരു സമ്പത്തിൻ്റെ പ്രയോഗം നടത്താൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ച ധർമ്മമാണ് സനാതനധർമ്മം. നമ്മുടെ വേദങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്, ശതഹസ്തേന സമാഹര സഹസ്രഹസ്തേന വികിര. 2 കൈയുള്ള മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടാവായിട്ടുള്ള ഭഗവാൻ നമുക്ക് നൽകിയ വേദഗ്രന്ഥത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, 100 കൈ കൊണ്ട് സമ്പത്ത് വാരിക്കൂട്ടുക, 1000 കൈകൾ കൊണ്ട് വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2 കൈയുള്ള മനുഷ്യൻ 100 തരം ഇൻകം സോഴ്സുകൾ ഉണ്ടാക്കണം. 100 കണക്കിന് ആളുകളിൽ നിന്ന് വരുമാനം നമ്മുടെ പോക്കറ്റിലേക്ക് കൊണ്ടുവരണം. അധാർമികമായിട്ടല്ല, നല്ല കാര്യങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ട് തന്നെ. അപ്പൊ അവർക്ക് നന്മ ചെയ്തുകൊണ്ട് തന്നെ അവരിൽ നിന്ന് 100 കണക്കിന് ആളുകളിൽ നിന്ന് നമ്മളിലേക്ക് വരുമാനം കൊണ്ടുവരുന്നതിനെയാണ് ശതഹസ്തേന സമാഹര എന്ന് പറഞ്ഞത്. 100 കൈ കൊണ്ട് വാരിക്കൂട്ടുക, എന്നിട്ടോ 1000 കൈകൾ കൊണ്ട് വിതരണം ചെയ്യുക. അപ്പൊ 100 കൈ കൊണ്ട് വാരിക്കൂട്ടിയത് 1000 കൈകൾ കൊണ്ട് വിതരണം ചെയ്യണമെങ്കിൽ അതിനിടയ്ക്കൊരു സംഭവം ഉണ്ടാവണം. എന്താണ്? മാനേജ്മെന്റ്. അപ്പോൾ 100 കൈ കൊണ്ട് കിട്ടിയതിനെ 10 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ട് വേണം വിതരണം ചെയ്യാൻ. അപ്പോൾ 10 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കണമെങ്കിലോ ഈ സമ്പത്തിനെ മാനേജ് ചെയ്യണം. ആ മാനേജ് ചെയ്യുന്ന ധർമ്മത്തിന് അതും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ചതുർവിധ പുരുഷാർത്ഥങ്ങൾ. ഇതിൽ ധർമ്മം എന്താണ്? നിയമമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ.
അർത്ഥം എന്താണ്? സമ്പത്താണ്. കാമം എന്താണ്? മാനേജ്മെന്റ് ആണ്. മോക്ഷം എന്താണ്? റിട്ടയർമെന്റ് ആണ്. അടുത്ത തലമുറയ്ക്ക് നമ്മൾ നേടിയതെല്ലാം കൈമാറുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുക. അല്ലാതെ മരിച്ച ശേഷം കിട്ടുന്നതല്ല മോക്ഷം. മരിച്ച ശേഷം കിട്ടുന്നത് സായുജ്യം, ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്നത് മോക്ഷം. ഏതിൽ നിന്ന് മോക്ഷം? ബാല്യകാലത്തിൽ നിന്ന് മോക്ഷം യൗവനത്തിലേക്ക്, യൗവനത്തിൽ നിന്ന് മോക്ഷം മധ്യവയസ്സിലേക്ക്, മധ്യവയസ്സിൽ നിന്ന് മോക്ഷം വാർദ്ധക്യത്തിലേക്ക്, വാർദ്ധക്യത്തിൽ നിന്ന് മോക്ഷം. അങ്ങനെ ഓരോ കാലഘട്ടവും കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മോക്ഷം പ്രാപിക്കണം. കുട്ടിക്കും കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് മോക്ഷം പ്രാപിച്ചോണം. പിന്നെ വീട്ടിലിരുന്ന് ശല്യമാകരുത്. ഇപ്പൊ വീട്ടിൽ ആകെ അസ്വസ്ഥത തോന്നുന്നത് എപ്പോഴാണെന്നറിയാമോ? കുട്ടിക്കും കുട്ടി ഉണ്ടായി കഴിഞ്ഞാലും വീട്ടിലെ ഒരു കാര്യത്തിലും മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കല. എന്തിന്? വീതം വെച്ച് പോലും കൊടുക്കുകയില്ല. പിന്നെ അത് മക്കളും മക്കളുടെ മക്കളും കേസ് കളിച്ച് നടക്കുന്ന ഒരവസ്ഥ. ഇപ്പോഴും അതല്ലേ അവസ്ഥ. അപ്പോൾ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മചര്യം, വിദ്യാഭ്യാസം, അത് കഴിഞ്ഞാൽ ഗാർഹസ്ഥ്യം, കുടുംബജീവിതം, അത് കഴിഞ്ഞാൽ സന്യാസം. കുട്ടിക്കും കുട്ടി ഉണ്ടാകുമ്പോൾ സന്യാസം, വാനപ്രസ്ഥം. എന്താ വാനപ്രസ്ഥം? വനത്തിലേക്ക് പോവുക. ഏതാ വനം? സമൂഹം. അന്ധകാരാവൃതമായ സമൂഹത്തിൽ വെളിച്ചം കൊടുക്കാൻ ആവശ്യമായ നിരവധി കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാലഘട്ടമാണ് വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് പീരീഡ്. അങ്ങനെ കുടുംബത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് സമൂഹത്തിന്റെ പ്രകാശമായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിനാണ് വാനപ്രസ്ഥം എന്ന് പറയുക. ശരീരവും മനസ്സും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയാതെ ദുർബലമാകുന്ന അവസരത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും ന്യസിക്കുക, സന്യാസം. പിന്നെ എന്താ വേണ്ടത്? അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുക, അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, ആശീർവാദവും അനുഗ്രഹവും കൊടുക്കുക. ആരെങ്കിലും ചോദിച്ചാൽ മാത്രം ഉപദേശം കൊടുക്കുക. ആ കാലഘട്ടമാണ് സന്യാസം. അപ്പോൾ ഈ 4 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളിലെ കാമം എന്ന് പറഞ്ഞാൽ അതിന് സെക്ഷൽ ആയിട്ടുള്ള അർത്ഥമല്ല, മാനേജ്മെന്റ് എന്നാണ് അർത്ഥം. അതായത് സമ്പത്തിനെ മാനേജ് ചെയ്ത് അതിനെ റീഇൻവെസ്റ്റ് ചെയ്ത് റീപ്രൊഡക്റ്റീവ് ആക്കി വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിപ്പിച്ച സമ്പത്ത് ആവോളം സമൂഹത്തിന് കൊടുക്കുക. അപ്പോൾ ഈ സമ്പത്ത് തെറ്റാണെന്ന് ആരാ നമ്മളോട് പറഞ്ഞത്? ഇന്നും പലരുടെയും വിശ്വാസം, ഹിന്ദു വീടുകളിലെ വിശ്വാസം, സമ്പത്തുണ്ടാക്കുന്നു അത്ര ശരിയല്ല, കച്ചവടം നടത്തുന്നത് ശരിയല്ല, ബിസിനസ് ശരിയല്ല, വ്യവസായം ശരിയല്ല. നമ്മൾ മാസ ശമ്പളത്തിന് എവിടെയെങ്കിലും ഒതുങ്ങി കൂടി ജീവിച്ചാൽ മതി. മാസം 15,000 രൂപ കിട്ടിയാലും മതി, 10 രൂപ കിട്ടിയാലും മതി. മാസശമ്പളം ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ വളരുകയില്ല എന്ന് മാത്രമല്ല, ക്ഷയിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന മേഖല, അതായത് കാമം എന്ന് പറയുന്ന 3ാമത്തെ പുരുഷാർത്ഥം നമ്മുടെ ജീവിതത്തിൽ സാധനയായിട്ട് ചെയ്യാൻ കഴിഞ്ഞ് വളരുകയും വേണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ ഭരിക്കാൻ കഴിയുക. അവിടെയാണ് നമ്മൾ രാജാവും ചക്രവർത്തിയുമാവുക. അതാണ് രാമായണം മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ഈ സമകാലിക സാഹചര്യത്തിൽ ഏറ്റവും സുപ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നാം ഈ സമൂഹത്തിന്റെ നേതാക്കളായി തീരുകയും കാലഘട്ടം മാറുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും വേണം. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ നാട്ടിൽ ജീവസന്ധാരണത്തിനുള്ള അടിസ്ഥാന കാരണം വരുമാനം കൃഷിയായിരുന്നു. ഇന്ന് കൃഷി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് കഴിഞ്ഞപ്പോൾ സർവീസ് ആയിരുന്നു, മാസശമ്പളം, ജോലി. ഇന്നിപ്പോൾ മാസശമ്പളം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ? പറ്റും, പക്ഷെ ഒന്നും ബാക്കി ഉണ്ടാവില്ല, അല്ലേ? ഭാര്യയും ഭർത്താവും സർവീസിലായിരുന്നു, രണ്ടുപേരും റിട്ടയർ ചെയ്തു കിട്ടിയ പൈസ കൊണ്ട് ഒരു വീട് വെച്ചു, കഷ്ടിച്ചൊരു ചെറിയ കാറും മേടിച്ചു. പിന്നെ മക്കളുടെ കല്യാണം കൂടെ കഴിഞ്ഞപ്പം വീണ്ടും തുടങ്ങിയിടത്ത് തന്നെയായി. ഇനി മക്കൾ ബാക്കി ചെയ്യട്ടെ, അല്ലേ? ഇത് വരാൻ കാരണം എന്താണ്? അത് നമ്മൾ അടുത്ത തലമുറയിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് കടന്നില്ല. അതെന്താണ്? ബിസിനസ്, ഇൻഡസ്ട്രി, എന്റർപ്രണർഷിപ്പ്, സംരംഭകത്വത്തിലേക്ക് കടന്നു വരണം പുതിയ തലമുറ. ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദ സ്വാമികളും അടക്കം എല്ലാവരും, കഴിഞ്ഞ ദിവസം വന്ന ചിദാനന്ദപുരി സ്വാമികൾ വരെ എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട്. സംരംഭകത്വത്തിലേക്ക് കടക്കണം. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പുതിയ തലമുറ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ശമ്പളം 1-ാം തീയതി തൊഴുതു വാങ്ങിക്കാൻ വേണ്ടി വളഞ്ഞു നിൽക്കാതെ, കൈ നീട്ടി ശമ്പളം വാങ്ങാതെ കൈ നീട്ടി ശമ്പളം കൊടുക്കുന്നവരായി മാറാൻ സംരംഭകത്വത്തിലേക്ക് വരണം. സമകാലിക സാഹചര്യം അതിന് അനുകൂലമാണ്. ഇത് നമ്മൾ ചർച്ച ചെയ്യണം വീടുകളിൽ. ലോകത്താകെ എത്ര രാജ്യങ്ങളുണ്ട്?
ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള 195 രാജ്യങ്ങളും അംഗത്വമില്ലാത്ത മറ്റു രാജ്യങ്ങളും കൂടി ചേർത്താൽ 225 രാജ്യങ്ങൾ. ആ 225 രാജ്യങ്ങളിൽ 224 രാജ്യങ്ങളും ഭാരതീയർ ഇന്ന് കടന്നു ചെല്ലുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലും കടന്നു ചെല്ലുന്നുണ്ട്. ആ മുഴുവൻ രാജ്യങ്ങളിലെയും ജനസംഖ്യ ഒന്നിച്ചു കൂട്ടിയാൽ 700 കോടിയിൽ പരം. ഈ 700 കോടിയിൽ പരം വരുന്ന ലോക ജനസംഖ്യയെ നമുക്കൊന്ന് അടുത്ത് പോയി പരിശോധിച്ചാൽ അതിൽ ഏതൊക്കെ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. നമ്മളിപ്പോ അമേരിക്ക എടുക്കുക. അവിടുത്തെ ഗവൺമെന്റിന്റെ റിട്ടയർമെന്റ് പ്രായം എത്രയാണെന്നറിയാമോ? 73 വയസ്സ്. ഇവിടെ 58, 60. അവിടെയോ 73. അതിനെയും കൂട്ടാൻ പോവുക. സന്തോഷ് ജോർജ് കുളങ്ങര, ഞങ്ങളുടെ അയൽക്കാരാ, എൻ്റെ ഒരു സുഹൃത്താ. അദ്ദേഹം പറഞ്ഞു ജപ്പാനിൽ പോയിട്ട് ഒരു ടാക്സി പിടിച്ചു. ആ ടാക്സി ഡ്രൈവർ ആയിട്ട് സംസാരിച്ചപ്പോൾ അവസാനം അദ്ദേഹവുമായിട്ട് കൂലി കൊടുത്ത് യാത്ര അവസാനിക്കുമ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചു എത്ര വയസ്സുണ്ട്? 83. ജപ്പാനിലൊരു ടാക്സി ഡ്രൈവറുടെ വയസ്സ് 83. കാരണം മുതുമുത്തച്ഛന്മാരുടെ രാജ്യമായി മാറിയിരിക്കുന്നു ജപ്പാൻ. 110 വയസ്സിന് മുകളിൽ പ്രായമുള്ള ജപ്പാൻകാരുടെ എണ്ണം 10 ലക്ഷം. മുതുമുത്തച്ഛന്മാരുടെ രാജ്യം, വൃദ്ധന്മാരുടെ രാജ്യം. ചൈനയുടെ ശരാശരി പ്രായം 64. അങ്ങനെ ലോകം മുഴുവൻ വാർദ്ധക്യമുള്ളവരെ കൊണ്ട് നിറഞ്ഞു. ഇനിയിപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. 19 വയസ്സിന് താഴെ പ്രായമുള്ളവരിൽ, ലോക ജനസംഖ്യയിൽ 19 വയസ്സിന് താഴെ പ്രായമുള്ളവരിൽ 25% പേരും ജീവിക്കുന്നത് ഭാരതത്തിലാണ്. 25 വയസ്സിന് താഴെ പ്രായമുള്ളവരിൽ 40% പേരും ജീവിക്കുന്നത് ഭാരതത്തിലാണ്. 45 വയസ്സിന് താഴെ പ്രായമുള്ള മധ്യവയസ്സിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ പ്രായത്തിലുള്ളവര് 65% പേര് ജീവിക്കുന്നത് ഭാരതത്തിലാണ്. അതായത് അടുത്ത 50 വർഷക്കാലത്തേക്ക് ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾക്കും ചെറുപ്പക്കാരെ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം അത് ഭാരതമാണ്. ഈ ഭാരതമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഇംഗ്ലീഷിലും വൈജ്ഞാനിക മേഖലയിലും കമ്പ്യൂട്ടറിലും ഒക്കെ വിദഗ്ധന്മാരെ ലോകം മുഴുവൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ലോകത്തെ നിയന്ത്രിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങൾ 28 രാജ്യങ്ങളിലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ജനങ്ങളെ ഒന്നിച്ചു കൂട്ടിയാൽ എത്ര കോടി ജനങ്ങൾ വരുമോ അതിനേക്കാൾ ഏറെ കോടി ഭാരതീയർക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാം. ചിലർക്ക് എഴുതാൻ അറിയാം, ചിലർക്ക് വായിക്കാൻ അറിയാം, ചിലർക്ക് കേട്ടാൻ മനസ്സിലാവും, ചിലർക്ക് ഇതെല്ലാം കൂടെ ചെയ്യാൻ അറിയാം. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ജനത, അതും ചെറുപ്പക്കാർ, അത് ഭാരതീയരാണ്. ലോകത്ത് കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ അറിയുന്ന 100 പേരെ എടുത്താൽ അതിൽ 40 പേരും ഭാരതീയരാണ്. കമ്പ്യൂട്ടർ ലിറ്ററസിയുള്ള ലോക ജനസംഖ്യയിൽ 40% ഭാരതീയർ. അതുപോലെ തന്നെ ലോകത്തെ ആകെ ശാസ്ത്രജ്ഞന്മാരുടെ എണ്ണം എടുത്താൽ അതിൽ 72% ഭാരതീയർ. ലോകത്താകെയുള്ള അധ്യാപകരുടെ എണ്ണം എടുത്താൽ 61% പേര് ഭാരതീയർ. ലോകത്താകെയുള്ള നഴ്സുമാരുടെ എണ്ണം എടുത്താൽ 73% ഭാരതീയർ. ലോകത്താകെയുള്ള സ്കിൽഡ് ലേബേഴ്സിനെ എടുത്താൽ, വിദഗ്ധ തൊഴിലാളികളെ എടുത്താൽ 68% പേര് ഭാരതീയർ. അങ്ങനെ ലോകത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഫോഴ്സ്, സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ എടുത്താൽ അതിൽ മഹാഭൂരിപക്ഷം പേരും, അതായത് മോർ ദാൻ 65 to 75% ഭാരതീയർ. അടുത്ത അരനൂറ്റാണ്ട് കാലം ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭാരതത്തിലെ ചെറുപ്പക്കാരില്ലാതെ സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ ഇന്ത്യക്ക് നേരെയൊക്കെ കാണിച്ച ഉപരോധം ആരും ഒരു സമ്മർദ്ദം പോലും ചെലുത്താതെ വെറും നിശബ്ദത കൊണ്ട് നേരിട്ട് പിൻവലിപ്പിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞത്. അമേരിക്കൻ ഉപരോധം അമേരിക്കൻ പ്രസിഡന്റ് തന്നെ 50% നിന്ന് 18% പിൻവലിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഭാരതീയരുടെ പിന്തുണ ഇല്ലെങ്കിൽ അമേരിക്കയില്ല. വൃദ്ധനായ അദ്ദേഹത്തിനും അത് മനസ്സിലായി. അതായത് ഭാരതത്തിന്റെ നാളുകളാണ് ഇനിയുള്ളത്. ലോകത്തിന്റെ നേതൃത്വത്തിലേക്ക്, ലോകത്തിന്റെ പിതൃത്വത്തിലേക്ക്, ലോകത്തിന്റെ മാതൃത്വത്തിലേക്ക്, ലോകത്തിന്റെ ഗുരുത്വത്തിലേക്ക് ഒരു കാലഘട്ടത്തിൽ ഭാരതം കടന്നു വന്നിരുന്ന പഴയ ചരിത്രം നമ്മൾ ഓർക്കുന്നുണ്ട്. ലോക ഗുരുവായി, ലോക മാതാവായി, ലോകത്തിന്റെ പിതാവായി, ലോകത്തിന്റെ നേതാവായി ലോകം അംഗീകരിച്ച ഭാരതം നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നേരിട്ട് കാണുകയാണ്. വീണ്ടും ലോകം തിരിച്ചു വരികയാണ്. ലോകത്തിന്റെ നേതൃസ്ഥാനത്തേക്ക്, പിതൃസ്ഥാനത്തേക്ക്, മാതൃസ്ഥാനത്തേക്ക് ലോകം വീണ്ടും തിരിച്ചു വരുന്നു ഭാരതത്തിന്റെ വഴിയെ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മുടെ പൂർവരായ മഹർഷീശ്വരന്മാർ നമുക്ക് തന്ന സനാതന ധർമ്മത്തിന്റെ മഹത്വം കൊണ്ട് സാധിക്കുന്നു. പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയണ്ടേ? ഇത് നമ്മൾ ഉപയോഗിക്കണ്ടേ?
ഇത് നമുക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണ്ടേ? ഇത് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി കൊടുക്കണ്ടേ? ആ ചുമതല നമുക്ക് ഓരോരുത്തർക്കുമാണ്. അതിനുവേണ്ടി നമ്മൾ സമ്പന്നരാവണം, നമ്മൾ അധികാരികളാവണം, നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ബോധമുള്ളവരായി തീരണം. എന്നിട്ട് മക്കളോട് പറയണം, ഇത് നിങ്ങളാണ് ചെയ്യേണ്ടത്, ഇനി നിങ്ങളുടെ ഊഴമാണ്. അതുകൊണ്ട് ഇത്തരം വേദികളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർക്കും കൂടി കടന്നു വരാൻ കഴിയുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾ, അത്തരം മേഖലകൾ അവരെ പരിചയപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇതിനെ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ എന്തായിരിക്കും അനുഭവം? എൻ്റെ സ്വന്തം ഒരു അനുഭവം ഞാൻ പറയാം. കേരള മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്നൊരു സംഘടനയുണ്ട്. കേരളത്തിലെ വ്യവസായികൾ, ബിസിനസ്സുകാർ, സമ്പന്നന്മാർ അങ്ങനെയുള്ളവരുടെ ഒരു ഓർഗനൈസേഷനാണ് കേരള മാനേജ്മെൻറ്റ് അസോസിയേഷൻ. ഞാൻ MBAക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് MBA സ്റ്റുഡൻറ്റിൻ്റെ കോട്ടയിൽ എനിക്കും അവിടെ ഒരു മെമ്പർഷിപ്പ് കിട്ടി. കൊച്ചിയിലാണ്, പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്ത് കടവന്ത്രയിലാണ് അവരുടെ ആസ്ഥാനം. അവിടെ ഒരു വലിയ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. മെമ്പേഴ്സിന് നോട്ടീസ് വരും, ഇത്രാം തീയതി ഇന്ന സമയത്ത് ഇന്ന ആള് ഇന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്, നിങ്ങൾക്കും പങ്കെടുക്കാം. അങ്ങനെ ഒരു ക്ഷണം എനിക്ക് കിട്ടി. ഇത്തവണ ക്ഷണം കിട്ടിയപ്പോൾ കൗതുകകരമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഇതാണ്: മാനേജ്മെൻറ്റ് ഇൻ മഹാഭാരത. മഹാഭാരതത്തിലെ മാനേജ്മെൻറ്റ് ക്ലാസ് എടുക്കാൻ വരുന്നത് സ്വാമി സംബോധാനന്ദ. രാവിലെ 9 മണിക്ക് ആരംഭിക്കും. മെമ്പേഴ്സിന് മാത്രമേ എൻട്രി ഉള്ളൂ. മെമ്പർഷിപ്പ് എനിക്ക് ഉള്ളതുകൊണ്ട് ഞാനും പോകാൻ തീരുമാനിച്ചു. ഞാൻ താമസിക്കുന്ന പാലായിലാണ്, സംഭവം നടക്കുന്ന എറണാകുളത്ത് കടവന്ത്രയിലാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും സമയം 9 മണി. ആരെയും കാണാനില്ല. വിഷയം മാനേജ്മെൻറ്റ് ഇൻ മഹാഭാരത. ആർക്കും താല്പര്യമില്ലായിരിക്കും എന്ന് ഞാൻ കരുതി. അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയ കഫറ്റേരിയ ഉണ്ട്, അവിടെ ചെന്ന ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ സ്റ്റാഫൊക്കെ നിൽക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവരോട് ചോദിച്ചു, അത് ഇന്ന് ആളൊന്നും വന്നില്ലേ? ആരെയും കാണാനില്ലല്ലോ, 9 മണി കഴിഞ്ഞല്ലോ, പ്രോഗ്രാം തുടങ്ങാറായല്ലോ. അപ്പോൾ ഈ ഭക്ഷണം വിളമ്പി തരുന്ന ആളിനോട് പറഞ്ഞു, എല്ലാവരും കഴിച്ചിട്ട് പോയി സാറാണ് ലാസ്റ്റ് വന്നത്. ഞെട്ടിപ്പോയി. ഞാൻ പെട്ടെന്ന് കഴിച്ചു തീർത്ത് ഹാളിലേക്ക് ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച അതിനേക്കാൾ ഞെട്ടിക്കുന്നതായിരുന്നു. എൻ്റെ ഒരു സീറ്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റും ഫില്ലാണ്. ഇൻവൈറ്റഡ് ആയതുകൊണ്ട് നമുക്കൊരു സീറ്റ് അവിടെ കിടക്കും. ആ ഒരു സീറ്റ് ഒഴികെ എല്ലാ സീറ്റും ഫില്ലാണ്. രാവിലെ 9 മണിക്ക് കേരളത്തിൻ്റെ വലിയ സമ്പന്നന്മാരായിട്ടുള്ള ആൾക്കാർ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുണ്ട്, വി ഗാർഡിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീലയുണ്ട്, ഇവരെല്ലാം വന്നിരിപ്പുണ്ട്. പിന്നെയുണ്ട് കുറേ ആൾക്കാർ. കൃത്യം 9 മണിക്ക് തിരി തെളിഞ്ഞു. സ്വാമി സംബോധാനന്ദ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ആരംഭിച്ചു, മാനേജ്മെൻറ്റ് ഇൻ മഹാഭാരത. ക്ലാസ് അവസാനിക്കുന്നത് വൈകുന്നേരം 5 മണി. ഭക്ഷണം കഴിക്കുമ്പോഴും ക്ലാസ് തുടരുകയാണ്. ആ രീതിയിലാണ് ട്രെയിനിങ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 5 മണി കഴിയുമ്പോൾ ഈ സ്വാമിയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം, സ്വാമിയോടൊന്ന് സംസാരിക്കണമെന്ന് കരുതി ഞാനും ക്യൂവിൽ നിന്നു 7 മണി വരെ. സ്വാമിയുടെ അടുത്തേക്ക് എത്താൻ പറ്റിയില്ല. അതുപോലെ ആൾക്കാർ ക്യൂ നിന്ന് സ്വാമിയോട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘാടകരോട് ഞാൻ ചോദിച്ചു, സ്വാമി എപ്പോഴാണ് പോകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നാളെ പോകുള്ളൂ, നാളെ രാവിലെ 7 മണിക്ക് വന്നാൽ കാണാം, ഇന്ന ആളുടെ വീട്ടിലാണ് താമസിക്കുന്നത്, അദ്ദേഹത്തിന് എനിക്ക് പരിചയമുണ്ട്, കാക്കനാടാണ്, അവിടെ വന്നാൽ കാണാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് മാത്രമാണ് എനിക്ക് സ്വാമിയെ കാണാൻ പറ്റിയത്. ആ ഹാളിൽ ഇരുന്ന ആൾക്കാരുടെ മെമ്പർഷിപ്പ് രജിസ്റ്റർ എനിക്കറിയാം. കാരണം കേരള മാനേജ്മെൻറ്റ് അസോസിയേഷനിൽ എത്ര ഹിന്ദുക്കളുണ്ട്, എത്ര മുസ്ലിം ഉണ്ട്, എത്ര ക്രിസ്ത്യാനി ഉണ്ടെന്നൊക്കെ ലിസ്റ്റ് നോക്കിയാൽ പെട്ടെന്നറിയാം. ഹിന്ദുക്കൾ തീരെ കുറവാണ്, ഹിന്ദുക്കൾ വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ. അപ്പോൾ ആരാ വന്നിരുന്നത്? മാനേജ്മെൻറ്റ് ഇൻ മഹാഭാരത എന്ന് പറയുന്ന ആ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി വന്നിരുന്നവർ ഹിന്ദുക്കളായിരുന്നില്ല ഭൂരിപക്ഷം. അപ്പോൾ ബിസിനസ് ക്ലാസ് മഹാഭാരതം കേൾക്കാൻ കാവിയുടുത്ത താടി നീട്ടിയ ഒരു സന്യാസിയുടെ മുമ്പിൽ ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ഇരുന്ന് തരുമോ എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് എനിക്കന്ന് കിട്ടിയത്. കാരണം എന്താ? ആവശ്യമുള്ളത് കിട്ടിയാൽ ആരും വരും. അപ്പോൾ യുവാക്കൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി, സംരംഭകർക്ക് വേണ്ടി, വ്യവസായികൾക്ക് വേണ്ടി, ബിസിനസ്സുകാർക്ക് വേണ്ടി വേണ്ടതൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് കണ്ടാൽ അവരും വരും. അപ്പൊ സനാതന ധർമ്മത്തിന്റെ വേദികളൊക്കെ ആ തരത്തിലേക്ക് നമുക്ക് ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞ വേദികളിലെല്ലാം ഇതുപോലെയുള്ള തിരക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും, ഇന്ത്യക്കകത്തും പുറത്തും. കാലം മാറുകയാണ്, നമുക്ക് മാറാം. കാരണം നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇന്ന് വന്നിരിക്കുന്നു. ഇന്ന് കൂടുതൽ ബിസിനസ് മേഖലയിലേക്ക്, അന്താരാഷ്ട്ര ബിസിനസ്സിലേക്ക്, അതുപോലെ തന്നെ കാലഘട്ടത്തിൻ്റെ മാറ്റമനുസരിച്ചിട്ടുള്ള മറ്റ് സംരംഭങ്ങളിലേക്ക്, സ്റ്റാർട്ടപ്പുകളിലേക്ക്, പുതിയ ഇന്റർനാഷണൽ ബിസിനസ് ലിങ്കുകളിലേക്ക്
ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളിലേക്ക് വീട്ടിലിരുന്നു കൊണ്ട്, അടുക്കളയിൽ ഇരുന്നു കൊണ്ട് പണിയെടുക്കുന്നതിനോടൊപ്പം തന്നെ സമ്പാദിക്കാൻ കഴിയുന്ന മാധ്യമങ്ങളിലേക്ക് ഒക്കെ ലോകം വളരുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ അമ്മമാർക്ക് സമ്പാദിക്കാൻ കഴിയും, സംരംഭകരാകാൻ കഴിയും. ഞാൻ കേവലം പ്രസംഗിക്കുകയല്ല, അനുഭവങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അതായത് എറണാകുളത്തെ ഒരു വീട്ടമ്മയെ ഞാൻ കണ്ടു. അവർ വീട്ടിലായിരിക്കുന്നത്, ഭർത്താവിനൊരു ചെറിയ ജോലിയുണ്ട്. പക്ഷെ ഈ വീട്ടമ്മ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല, ജോലിയൊന്നുമില്ല. അപ്പം ഇവരെന്ത് ചെയ്തു? ഇവർ വീട്ടിലിരുന്നു കൊണ്ട് മലയാള അക്ഷരം പഠിപ്പിക്കാൻ ഓൺലൈനിൽ ഒരു കോഴ്സ് തുടങ്ങി. കോഴ്സ് ഇത്രയേ ഉള്ളൂ, മലയാളത്തിലെ 51 അക്ഷരം എഴുതാൻ പഠിപ്പിക്കും ഓൺലൈനിൽ. ആരെ എഴുതാൻ പഠിപ്പിക്കും? ഗൾഫിലുള്ളവരെ, യൂറോപ്പിലുള്ളവരെ, അമേരിക്കയിലുള്ള മലയാളികളുടെ മക്കളെ. അവർക്ക് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ, അവർക്ക് മലയാളം ഇല്ല. അപ്പോൾ മണിക്കൂറിന് 500 രൂപ, മണിക്കൂറിന് 500 രൂപ എന്ന ഫീസ് വെച്ച് ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് മലയാള അക്ഷരം എഴുതാൻ പഠിപ്പിക്കുന്ന ഈ വീട്ടമ്മയെ കണ്ടപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ, ഞാൻ പോയിടത്തൊക്കെ ഇങ്ങനെ പറയും. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ വീട്ടിൽ യാദൃശികമായിട്ട് ചെന്നു. അപ്പോൾ ഈ വീട്ടമ്മ എന്നോട് ചോദിച്ചു, ഈ ഇൻകം ടാക്സിൻ്റെ റിഡക്ഷൻ ഒക്കെ കിട്ടണമെങ്കിൽ എന്താ വേണ്ടേ? അപ്പം ഞാൻ ചോദിച്ചു, ഇൻകം ടാക്സിനെ കുറിച്ച് ചോദിക്കുക എന്താ? അതെ, ഞാനന്ന് തുടങ്ങിയ പരിപാടി ഇപ്പോൾ വളർന്നു, 22 സ്റ്റാഫ്, മാസം ലക്ഷക്കണക്കിന് വരുമാനം, ഇൻകം ടാക്സ് കൊടുക്കണ്ടേ? അപ്പോൾ ഇൻകം ടാക്സ് കൊടുക്കുമ്പോൾ ചില നികുതി ഇളവുണ്ടെന്നൊക്കെ കേട്ടു. നിങ്ങൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ ഇതൊക്കെ പറയുന്നത് കേട്ടതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞു. വെറും 51 മലയാള അക്ഷരം എഴുതി 22 സ്റ്റാഫിനെ വെച്ച് ഇൻകം ടാക്സ് കൊടുക്കാൻ മാത്രം വരുമാനമുണ്ടാക്കിയ വിദ്യാഭ്യാസം തീരെ കുറഞ്ഞ ഒരു വീട്ടമ്മയുടെ അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. അക്ഷരം മാത്രമല്ല, നമുക്ക് വേറെ എന്തെല്ലാം പഠിപ്പിക്കാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഒരു ഇൻകം സോഴ്സ് ആക്കി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കമ്പ്യൂട്ടർ പോലും വേണ്ട, വെറും ഒരു 10,000-8,000 രൂപയുടെ മൊബൈൽ ഫോൺ മതി. ഒരു പൈസ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഈ മൊബൈൽ ഫോണിൽ കൂടി നമുക്ക് ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആശയപരമായിട്ട് സർവീസ് എന്നുള്ള നിലയിലാണെങ്കിൽ പ്രോഡക്റ്റ് ആയിട്ട് വിൽക്കാനും സാധിക്കും. ഓൺലൈൻ മാർക്കറ്റിംഗ് നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ വീടുകൾ സമ്പന്നമാവുകയാണ്, നമ്മൾ സമ്പന്നരാവുകയാണ്. ഈ സമ്പത്തിനെ സമൂഹത്തിന്റെ നല്ല ഉയർച്ചയ്ക്ക് വേണ്ടി, സമൂഹ കല്യാണത്തിന് വേണ്ടി, ലോക കല്യാണത്തിന് വേണ്ടി നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയുമ്പോൾ ധർമ്മ അർത്ഥ കാമമോക്ഷങ്ങളിലെ ചതുർവിധ പുരുഷാർത്ഥങ്ങളിലൂടെ നാം നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കുകയാണ്. അങ്ങനെ പ്രായോഗികമായി നമ്മൾ കടന്നു വരിക. ഒപ്പം തന്നെ ഗ്ലോബലൈസേഷന്റെ ഈ കാലഘട്ടങ്ങളിൽ ഗ്രാമത്തിന്റെ, താലൂക്കിന്റെ, ജില്ലയുടെ, സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ നിന്ന് ചിന്തിക്കാതെ ലോകം മുഴുവൻ ഗ്ലോബലായിട്ട് വളരാൻ കഴിയുന്ന ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും, നമ്മുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്നു കൊണ്ട് അതെന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ചാൽ ലോകം മുഴുവൻ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. തുറന്നു കിടക്കുന്ന സാധ്യതകളെ, സാഹചര്യങ്ങളെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി. അതിവേഗം മാറുകയാണ് ലോകം. അപ്പോൾ ഈ മാറ്റത്തെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് സനാതനധർമ്മത്തിന്റെ ഇത്തരം വേദികളിൽ തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. അതിൽ സുപ്രധാനമായ 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് വിദ്യാഭ്യാസം, ഉപരിവിദ്യാഭ്യാസം, ഉപരിപഠനം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. കോഴ്സുകൾ 3 തരമാണ് ഉള്ളത്. നമ്മുടെ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. കോഴ്സുകൾ 3 തരമാണുള്ളത്. 1 പ്രൊഫഷണൽ, 2 സർവീസ്, 3 റിസർച്ച്. പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഡിപ്ലോമയോ ഡിഗ്രിയോ നമുക്ക് കിട്ടിയാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി, അതല്ലെങ്കിൽ സർവീസ് തുടങ്ങാം. ലോകം മുഴുവൻ അതിനെ വളർത്താം. ഇനി സർവീസ് സെക്ടറിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കീഴിൽ മാസശമ്പളം കൃത്യമായി നമുക്ക് വാങ്ങിക്കാം. സ്വന്തമായിട്ടൊന്നും തുടങ്ങാൻ പറ്റില്ല. ഇപ്പൊ IAS കിട്ടിയെന്നെങ്കിൽ സ്വന്തമായിട്ട് ജില്ല തുടങ്ങാൻ പറ്റില്ല. IPS കിട്ടിയ ആളിന് സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ പറ്റില്ല. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ജയിച്ചെന്നെങ്കിൽ സ്വന്തമായിട്ട് വനം തുടങ്ങാൻ പറ്റില്ല. പക്ഷേ ശമ്പളം വാങ്ങിക്കാം. ഇനി റിസർച്ച്. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചു, ഒരു പിതാവ്, സുഹൃത്താണ്. എൻ്റെ കുട്ടി ഫാം ഡി ഒക്കെ പാസ്സായി സാറേ, ജോലിയൊന്നും കിട്ടിയില്ല. 10-30 ലക്ഷം രൂപ മുടക്കി 6 കൊല്ലം പഠിച്ചു, ജോലിയൊന്നും കിട്ടിയില്ല. സംഗതി എന്താ? റിസർച്ച് കോഴ്സ്. റിസർച്ച് കോഴ്സിന് ജോലി കിട്ടുകയല്ല. അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. 10-28 കോഴ്സ് കേരളത്തിൽ തന്നെയുണ്ട്. നമ്മളിത് അറിയാതെ റിസർച്ച് കോഴ്സിന് പോയി ചേരും, എന്നിട്ട് ജോലി കിട്ടുമെന്ന് ഓർത്തിങ്ങനെ നടക്കും. അപ്പോൾ പഠിത്തത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറിയണം, സർവീസാണോ വേണ്ടത്, പ്രൊഫഷനാണോ വേണ്ടത്, റിസർച്ച് ആണോ വേണ്ടത്.
ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും പോയി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കോളർഷിപ്പുകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഇന്ന് ലോകത്തുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? അതും നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പഠിക്കുന്നതോടൊപ്പം തന്നെ സമ്പാദിക്കുന്നത് എങ്ങനെയാണ്, അതും പഠിക്കേണ്ട കാര്യം. സാമ്പത്തിക ശക്തിയാണെങ്കിൽ, മൂന്നാമത്തെ സൈനിക ശക്തിയാണെങ്കിൽ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും മുന്നിൽ ഒന്നാമത്തെ സ്ഥാനത്താണ് എങ്കിൽ അടുത്ത 10-15 വർഷം കഴിയുമ്പോൾ നമ്മുടെ മാതൃഭൂമി ഭാരതം ലോകത്തിന്റെ 1ാം സ്ഥാനത്തുണ്ടാകും എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ നമ്മൾ ഒഴികെ. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാവരും ഇന്ത്യയിലേക്ക് ഇന്ന് വരുന്നത് അടുത്ത 10-15 വർഷം കഴിഞ്ഞ് ഇന്ത്യ 1ാം സ്ഥാനത്തെത്തുമ്പോൾ ഇന്ത്യയിലേക്ക് വന്നാൽ കാലുകുത്താനുള്ള സ്ഥലം പോലും കിട്ടിയില്ലെന്ന് വരും. അതുകൊണ്ട് നേരത്തെ അവരൊക്കെ വരികയാണ്, സ്ഥാനം ഉറപ്പിക്കുകയാണ്, ഭാരതത്തിന്റെ സാധ്യതകളെ സ്വന്തമാക്കുകയാണ്. അതുകൊണ്ട് അടുത്ത 10-15 വർഷത്തിനുള്ളിൽ ലോകത്തിന്റെ 1ാം സ്ഥാനത്തേക്ക് നമ്മുടെ മാതൃഭൂമി ഭാരതം കടന്നു വരുമ്പോൾ ലോകത്തിന്റെ 1ാം സ്ഥാനത്തുള്ള ഭാരതത്തിന്റെ ഫ്രണ്ട് ലൈനിൽ, മുഖ്യനിരയിൽ 1ാം സ്ഥാനത്ത് എന്റെ കുടുംബം ഉണ്ടായിരിക്കണം, എന്റെ മക്കൾ ഉണ്ടായിരിക്കണം, ഞാനുണ്ടായിരിക്കണം എന്ന തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ധർമ്മത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ മഹത്തായ ഈ ദൗത്യം ഓർമ്മിപ്പിക്കാനും വേണ്ടിയാണ് ഇതുപോലെയുള്ള സമ്മേളനങ്ങളിൽ നമ്മൾ ഇതേപോലെയുള്ള ചർച്ചകൾ, ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അതുകൊണ്ട് ഇത് കേവലം ഒരു ചർച്ചാ വിഷയമായി മാത്രം മാറാതെ നമ്മുടെ വീട്ടിലെ ഓരോ വ്യക്തിയുടെയും, കുടുംബത്തിന്റെയും, നമ്മുടെ നാടിന്റെയും, നമ്മുടെ രാഷ്ട്രത്തിന്റെയും ഭാവി ഭാഗധേയത്തെ ലോകത്തിന്റെ മുൻനിരയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ചിന്തയായി, ഒരു തപസ്സായി, ഒരു സംവാദമായി, ഒരു ചർച്ചയായി ഇന്നത്തെ ഈ സമ്മേളനം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി ഈ സമയമത്രയും എന്നെ കേട്ടുനിന്ന നിങ്ങളുടെ മനസ്സുകൾക്ക് മുമ്പാകെ വിനീതമായി ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട്, സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. നമസ്കാരം.